അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അന്നമ്മ ബെന്നിയാണ്. ഡൽഹി പാർത്തുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസിയുടെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകർക്കും പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ജീവിതത്തിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ ദൈവീയ ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി തീർന്നത് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവരും കാണുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആയിട്ട് അയക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ സാക്ഷ്യം പറഞ്ഞ് പ്രിയപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥിപ്പാനും നിങ്ങൾക്ക് അവസരമുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കാളികളാകാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ അന്നമ്മ ബെന്നിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തിന് നന്ദി സ്തോത്രം കരയേറ്റുന്നു. എന്നെ ഈ അരോമ ടി വിയിലേക്ക് സാക്ഷ്യത്തിന് ക്ഷണിച്ച പ്രത്യേകിച്ച് കർത്താവിൽ പ്രസിദ്ധനായ കർത്തദാസൻ ദാനിയൽ ജോൺ പാസ്റ്ററിന് ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് അരോമ ടി വിയിലുള്ള എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എന്നെ ഈ സാക്ഷ്യത്തിലേക്ക് പരിചയപ്പെടുത്തിയ സിസ്റ്റർ ഗ്രേസ് ദാസ് എൻ്റെ സിസ്റ്ററിൻലോയാണ്. സഹോദരി നേരത്തെ ഇതിൽ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയാൻ കർത്തദാസൻ ദൈവം സഹായിച്ച് എന്നെയും പരിചയപ്പെടുത്തി. നമുക്ക് തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായിട്ടും അനേകർക്ക് ജീവനുള്ള സാക്ഷ്യം പറയുവാൻ ഈ അരോമ ടി വിയിലൂടെ അനേകർക്ക് സാഹചര്യം ഒരുക്കി. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിച്ചതിനായിട്ടും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ കർത്താവ് നിയോഗപ്രകാരം അത് പോസിറ്റീവോടുകൂടി എടുക്കുകയും അത് അനുസരിക്കുകയും ചെയ്ത കർത്തദാസിനും കുടുംബത്തിനും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. വീണ്ടും എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് അന്നമ്മ ബെന്നി എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് ബെന്നി എബ്രഹാം. ഒരു മകനുണ്ട്. അവൻ മണക്കാല തിയോളജി ബൈബിൾ കോളേജിൽ 5ാം വർഷം ബിഡിക്ക് പഠിക്കുന്നു. എൻ്റെ ഹസ്ബൻഡും ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഞാനും ഇവിടെ ഒരു എക്സ്പോർട്ട് കമ്പനിയിൽ ഓഫീസ് ഇൻചാർജായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നു. ഞാൻ ഒരു യാക്കോബ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ മാതാവ്, പിതാവ്, ഞങ്ങൾ ടോട്ടൽ 4 മക്കളാണ്. ഏറ്റവും മൂത്തത് ഞാൻ, അതിൻ്റെ ഇളയത് 2 സഹോദരന്മാർ, പിന്നെ ഒരു സഹോദരി. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിതാവ് ഒരു മിലിറ്ററിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ജനിച്ചത് സെക്കൻഡറാബാദ് എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ 2.5 വർഷക്കാലം സെക്കൻഡറാബാദിൽ നിന്നതിന് ശേഷം എൻ്റെ മാതാവിൻ്റെ വീട്ടിലാണ് ഞാൻ എന്നെ കൊണ്ടുവിട്ടത്. അവിടെ എൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൻ്റെ മമ്മിയുടെ സഹോദരങ്ങളാരും വിവാഹം ചെയ്യാത്തത് കാരണം അവരാണ് എന്നെ നോക്കിയത്. ആ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ടു. 5ാം ക്ലാസ് വരെ ഞാൻ അവിടെ നിന്ന് എൻ്റെ വല്യപ്പച്ചൻ്റെ കൂടെ നിന്നാണ് പഠിപ്പിച്ചത്. വല്യപ്പച്ചൻ തിരുമൂലർ എന്നാണ് അവരുടെ വീട്, എൻ്റെ മാതാവിൻ്റെ വീട്. എൻ്റെ പിതാവിൻ്റെ വീട് തോട്ടഭാഗം, വള്ളംകുളം തോട്ടഭാഗത്ത്, മനക്കച്ചിറ എന്ന് പറയും. തിരുമൂലപുരത്തെ അവിടെ ഒരു യാക്കോബായ ചർച്ചുണ്ട്. ആ ചർച്ചിലെ പള്ളിമൂപ്പനായിരുന്നു. ആ ചർച്ചിലെ കാര്യങ്ങളെല്ലാം നോക്കും. ചെറുപ്രായം മുതലേ ആത്മീയമായി എന്നെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും എൻ്റെ മമ്മിയുടെ സഹോദരി എല്ലാം സൺഡേ സ്കൂളിനായാലും ചർച്ചിലായാലും സന്ധ്യാപ്രാർത്ഥനയ്ക്കായിട്ടും അവിടെയുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാ കാര്യത്തിനും അപ്പച്ചൻ ഓരോ കാര്യങ്ങൾക്ക് അവിടെ വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും സഭ ആരാധനയ്ക്ക് സൺഡേ വർഷിപ്പിന് മുമ്പ് ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന പോകുമ്പോൾ ഞാനും കൂടെ. അപ്പം അത് കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. 5ാം ക്ലാസ് വരെ അവിടെ പഠിക്കുക. അത് കഴിഞ്ഞ് എൻ്റെ 2ാമത്തെ സഹോദരൻ ജനിച്ചു. ആ സഹോദരനും എൻ്റെ കൂടെ നിന്നാണ് വളർന്നത്. 15 വർഷക്കാലം എൻ്റെ പപ്പ മിലിറ്ററിയിൽ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നു. ജോലി റിസൈൻ ചെയ്ത് തിരിച്ചു വന്നിട്ട് പപ്പയുടെ വീട്ടിലായിരുന്നു, മാതാവും കൂടെ. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും, തിരുമൂലപുരത്ത് തന്നെ താമസിക്കാം. അപ്പം ആ സമയത്താണ് 3ാമത്തെ സഹോദരൻ ജനിക്കുന്നത്. അവിടെ വീട്ടിലെ പപ്പ റിസൈൻ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം നന്നൂര്, വള്ളംകുളം നന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളുടെ വീട്ടിൽ ഒരു കാർ ഓടിക്കുമായിരുന്നു. അപ്പം അതിൻ്റെ വീടിൻ്റെ അടുത്ത് പപ്പ റൂം എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ സഹോദരി വയറ്റിലാകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് എൻ്റെ പപ്പയ്ക്ക് ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ ജോലിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ഒരു ദിവസം തന്നെ 2 ഇൻ്റർവ്യൂ, ഒന്ന് നമ്മുടെ കേരള ട്രാൻസ്പോർട്ടിൻ്റെ ഇൻ്റർവ്യൂ, ഒന്ന് ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരും എല്ലാവരും പറഞ്ഞു, നീ കേരളത്തിലെ ട്രാൻസ്പോർട്ട് ജോലിക്ക് കയറേണ്ട ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞ് പപ്പ
അവിടെ വന്ന് ഇൻ്റർവ്യൂ എടുത്തു, പാസ്സായി. പപ്പയ്ക്ക് ജോയിൻ ചെയ്യാൻ സമയമായപ്പോഴത്തേക്ക് ഞാൻ 5ാം ക്ലാസ് ഓണപരീക്ഷ കഴിഞ്ഞ് നിൽക്കുക. സ്കൂളിൽ വന്ന് TC വാങ്ങിച്ച് എന്നെ മമ്മിയുടെ കൂടെ, അവർ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു, അവിടെ അപ്പം ഞാനും എൻ്റെ മാതാവും രണ്ടാമത്തെ സഹോദരനും കൂടാണ് അവിടെ താമസിക്കുന്നത്. അത് എൻ്റെ ലൈഫിലെ ചേഞ്ചസ്. എന്ന് പറഞ്ഞ് ഇത്രയും വർഷം ഞാൻ വളരെ വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിൻ്റെ കയ്യിൽ താലോലിച്ച് ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആ ഭാഗം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ മൂത്തതായപ്പോൾ എൻ്റെ മമ്മി പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കടയിൽ പോവുക, സാധനം വാങ്ങിക്കുക, അങ്ങനെ വീട്ടിലകത്തിരുന്ന് കാര്യങ്ങൾ ചെയ്തോളൂ. ബാക്കി കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ട ജോലി എൻ്റെ. എനിക്ക് ദൈവം ആ ഒരു കൃപ തന്ന് വീട്ടിലെ എല്ലാ എൻ്റെ സഹോദരൻ്റെ കാര്യമായാലും മാതാവിൻ്റെ കാര്യം, എൻ്റെ സ്കൂളിലെ പോക്കാണെങ്കിലും, ചർച്ചിൽ പോകുന്നതായാലും, സൺഡേ സ്കൂളിൽ പോകുന്നതാണെങ്കിലും, ഞാൻ ചർച്ചിൽ പോകുന്ന കാര്യം, സൺഡേ സ്കൂളിൽ പോകുന്ന കാര്യം ഒന്നും മുടക്കുന്ന ആവശ്യം. ചെറുപ്രായം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മീയമായ ഒരു പ്രാർത്ഥിക്കണം, നടക്കുമ്പോൾ പ്രാർത്ഥിക്കണം. യാക്കോബ സഭയിലായിരുന്നത് കാരണം അനേകം മധ്യസ്ഥന്മാരുണ്ടായിരുന്നു. കന്യാമറത്തിനെ പ്രാർത്ഥിക്കുമായിരുന്നു, അനേക പരുമല തിരുമേനിയുടെ പേര് പറഞ്ഞ അനേകം മധ്യസ്ഥന്മാർ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ചെറുപ്രായം മുതലേ ഉണ്ട്. ചിലപ്പോൾ എൻ്റെ ഭൗതിക വിഷയത്തിന് വേണ്ടിയായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത്, എന്നാലും ഇങ്ങനെ പ്രാർത്ഥിച്ച് അവരുടെ പേര് ഉച്ചരിച്ച് ഇങ്ങനെ നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടത എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ദൈവം എന്നെ ചെറുപ്രായം മുതൽ പക്വത വരുത്താൻ വേണ്ടിയുള്ള ക്ലാസ്സുകളായിരുന്നു എന്നെ അവിടെ നടത്തിയത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ പപ്പ തിരുവനന്തപുരത്ത് ജോലിക്ക് ചെന്നപ്പോൾ അവിടെ പപ്പയ്ക്ക് വാടകയ്ക്ക് താമസിക്കണം, അവിടെ ചിലവുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട് എങ്കിൽ തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് പൈസ അയച്ചു തരാൻ പപ്പയ്ക്ക് തികയുന്നില്ല. പപ്പ ചില സമയത്ത് അന്ന് ആ മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്യുന്നപ്പോൾ അവർ മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ആ മദ്യപാനം നമുക്കൊരു ഡിസ്റ്റർബ് ആകുമോ, നമുക്കൊരു പ്രയാസമാകുമോ, വീട്ടിൽ വഴക്ക് നടക്കുമോ, നമുക്കൊന്നിനും ബുദ്ധിമുട്ടില്ല. പക്ഷെ എങ്കിൽ തന്നെയും നമുക്ക് കറക്റ്റ് സമയത്തിന് വീട്ടിൽ പൈസ അയച്ച് തരാൻ പപ്പയ്ക്ക് സാധിക്കത്തില്ലായിരുന്നു. എൻ്റെ ബാല്യകാലത്ത് ഞാൻ ഇപ്പോഴും ദൈവസന്നിധിയിൽ ഓർക്കുമ്പോൾ സ്തോത്രം പറയുന്ന കാര്യമാണ്. 1-2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത് അത്ഭുതകരമായിട്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ പപ്പ അവിടെ വണ്ടി ഓടിച്ച വ്യക്തിയുടെ കെയർ ഓഫിലാണ് എനിക്ക് ആ സ്കൂളിൽ ആ വീട്ടുകാർ പരിചയപ്പെടുത്ത ഒരു ടീച്ചറിൻ്റെ കെയർ ഓഫിലാണ് ഓണപരീക്ഷയ്ക്ക് ശേഷം ഇടയ്ക്ക് ആ സ്കൂളിൽ ഞാൻ ചെന്ന് കയറുന്നത്. നന്നൂർ എന്ന് പറഞ്ഞ ഗേൾസ് സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുക്കുന്നത്. ആ ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ വാടക കൊടുക്കുന്നതിന് കിട്ടുമ്പോൾ പൈസ കൊടുത്താൽ മതി. ഇപ്പോൾ 2 മാസം 3 മാസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ വാടക കൊടുക്കുന്നത്. അതുപോലാണ് സാധനം വാങ്ങിക്കുന്നത്. എന്നെ ദൈവം എനിക്ക് വേണ്ടി, ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് എന്നെ വിചാരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുവാണ്. ആഹാരത്തിന് ബുദ്ധിമുട്ട് വരും, പൈസയിൽ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ 1 മാസത്തെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ പോകത്തില്ല സാധനം വാങ്ങിക്കും. മമ്മി പറയും നീ പോയി വാങ്ങിക്കടി എന്ന് പറയും. ഞാൻ പേപ്പറിനകത്ത് എഴുതി തരാം, സാധനം കൊടുക്കുക, പൈസ വന്നില്ല, പൈസ തിരിച്ചു തരുമ്പോൾ ഞാൻ പോകത്തില്ല. എനിക്ക് നാണക്കേട് കാരണം ഞാൻ പോകത്തില്ല. ഞാൻ പറയും മമ്മി ഞാൻ പോകത്തില്ല, പപ്പ പൈസ അയച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിക്കത്തുള്ളൂ. ഇളയ സഹോദരനുണ്ട്, അവനും ഫുഡ് കൊടുക്കണം, ഞാൻ പോകത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കണം. ഞാൻ പോകാതെ ദിവസങ്ങളോളം ഇരിക്കും, സാധനം വാങ്ങിക്കാൻ ഞാൻ പോകത്തില്ല. അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ രാത്രിയായപ്പോൾ ആ കടക്കാരനറിയാൻ ഞങ്ങൾ എന്തുമാത്രം സാധനം വാങ്ങിച്ചെന്നും അത് തീർന്നോ ഇല്ലയോ എന്നും ആ കടക്കാരന് വ്യക്തമായിട്ട് മനസ്സിലായതുകൊണ്ട് ഒരു ദിവസം രാത്രിയിൽ കട അടച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീടിൻ്റെ മുന്നിൽ വന്ന് സൈക്കിളിന് ബെല്ലടിച്ചിട്ട് എൻ്റെ പേര് വിളിച്ചു, വീട്ടിൽ വിളിക്കുന്ന പേര് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ മുതൽ നീ വീട്ടിൽ കടയിൽ വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോക്കണം, നിന്റെ പപ്പ എന്ന് പൈസ അയച്ചു തരുന്ന അന്ന് നീ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. നീ പൈസ തരാത്തതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ കടക്കാരൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 1.5 വർഷമേ അവിടെ താമസിച്ചുള്ളൂ. 6ാം ക്ലാസ് പാസ്സായി 7ാം ക്ലാസ്സിലോട്ട് കയറുമ്പോൾ പപ്പ ഞങ്ങളെ കുടുംബമായിട്ട്, എൻ്റെ സഹോദരനെ, സഹോദരി, എൻ്റെ വല്യമ്മച്ചിയുടെ വീട്ടിൽ താമസിച്ച സഹോദരൻ എല്ലാവരും കൂടെ കുടുംബമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കും. ഞാൻ 7ാം ക്ലാസ്സിലായപ്പോൾ തിരുവനന്തപുരത്ത് വന്നു. അതുവരെ ആ കടക്കാരൻ ഞങ്ങൾക്ക് സാധനം തന്നല്ലോ, ബുദ്ധിമുട്ട് കൂടാതെ. പപ്പ പൈസ തരുമ്പോൾ മാത്രമാണ് ഞങ്ങൾ അവർ. പക്ഷെ നമുക്കിപ്പം ചിന്തിക്കുക അതൊക്കെ അനാചാരമായിരിക്കും, അന്ധവിശ്വാസം. പക്ഷെ അന്ന് അവരുടെ കാലത്ത് അത് അവർക്ക് വിശ്വാസമായിരുന്നു. അവർ ഈ രാവിലെ 1-ാം തീയതി ആകുമ്പോൾ നമ്മളെ വീട്ടിൽ വിളിക്കും, കൈനീട്ടം തരും, അവർക്ക് അതൊരു ലക്കാണ്. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ഞാൻ വീട്ടിൽ ചെല്ലുന്നത് അവർക്കത് അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് എന്നോട് എന്നും പറയും, നീ എന്നും രാവിലെ വീട്ടിൽ വരണം. അവരുടെ വീട്ടിൽ പശുക്കറവയുള്ളതാണ്. എന്നും രാവിലെ നേരത്തെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. മറ്റുള്ളവർക്ക് പാല് കൊടുക്കുന്നതിന് മുമ്പ് നീ ആദ്യം വീട്ടിൽ വരണം. എന്നിട്ട് ഞങ്ങൾ എത്ര വർഷം അവിടെ താമസം, 1.5 വർഷത്തോളം അവിടെ താമസം. അത്രയും ദിവസത്തെ എല്ലാ ദിവസവും രാവിലെ 1 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് തൈരും എനിക്ക് ഫ്രീ ആയിട്ട് തരുമായിരുന്നു ഞങ്ങൾക്ക്. ദൈവം അത്ഭുതകരമായി നടത്തി. ഇന്നൊരു ചെറിയ ആഹാരം കിട്ടുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആക്കി ഏത് തിന്നണം ഏത് തിന്നണ്ട. പക്ഷെ അന്ന് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവം എന്നെ വിചാരിച്ച കാര്യമാണ്. ഞാൻ ഇന്ന് നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ ഓർത്ത്
പറയുന്നത്. ദൈവം അവിടെ ഒരു ദൈവം പല കാര്യങ്ങളിലൂടെ കടത്തിയാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളെ നടത്തി പ്രാക്ടിക്കലി നമ്മളെ നടത്തി പഠിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നത്. അപ്പൊ ഞാന് വല്യപ്പച്ചൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാക്കോബ ചർച്ചിൽ പോകുമായിരുന്നു. എൻ്റെ പപ്പയുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയുടെ മദറും മൂത്ത സഹോദരനും അവരുടെ കുടുംബം എല്ലാം ഈ വിശ്വാസത്തിലായിരുന്നു, പെന്തിക്കോസ്ത് വിശ്വാസത്തിലായിരുന്നു. വലിയ അവധി വരുമ്പോൾ ഞാൻ അവിടെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ ആരാധനയ്ക്ക് പോയിരുന്നു, പെന്തക്കോസ്തായിരുന്നു. പക്ഷെ എനിക്ക് തിരിച്ചറിവില്ല. ഞാൻ ആരാധനയ്ക്ക് പോകും, പാടും, വരും, അവിടുത്തെ ഉപവാസ പ്രാർത്ഥനകളിൽ പങ്കെടുക്കും. 2 മാസത്തെ അവധിക്ക് എന്തെല്ലാം പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് എല്ലാം കോട്ടേജ് മീറ്റിങ്ങിനായാലും വൈകുന്നേരത്തെ മീറ്റിങ്ങിലെല്ലാം പോകുകയും ചെയ്യും. പക്ഷേ നമുക്ക് സത്യദൈവം ആരാന്നും ഏകദൈവം ആരാന്നും ഏക മധ്യസ്ഥൻ ആരാന്ന് രക്ഷ എന്തെന്നും പാപബോധം എന്തും മാനസാന്തരം ഉണ്ടെന്നും നമുക്കൊരു അറിവില്ല. നമ്മൾ ആ ഒരു ചെറുപ്രായത്തിൽ അതിൻ്റെ കൂടെ പോവുകയും ഇങ്ങനെ പോയി അങ്ങ് പോകും, അത്രയേ ഉള്ളായിരുന്നു. ഒരു ചടങ്ങ് പോലെ പോകും. പക്ഷേ ദൈവമായിട്ടൊരു ബന്ധം. എല്ലാ മധ്യസ്ഥന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും, സൺഡേ സ്കൂൾ മുടങ്ങാതെ പോകും, ചർച്ച് മുടങ്ങാതെ. അത് എൻ്റെ ഒരു ഡിസിപ്ലിൻ. എൻ്റെ മാതാവോ പിതാവോ ഒരിക്കൽ പോലും പറയത്തില്ല നീ ഒരുങ്ങി ചർച്ചിൽ പോടി, നീ ഒരുങ്ങി സൺഡേ സ്കൂളിൽ പോടി എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട അവസ്ഥ ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ സ്വയം എനിക്കൊരു ഉത്സാഹം ഉണ്ടായിരുന്നു പോകണമെന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചത് എൻ്റെ ലൈഫിലെ വേറെ ഒരു പോർഷനായിരുന്നു. അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ശ്രീധര മെഡിക്കൽ സെന്റർ, അതിൻ്റെ കുറച്ച് ദൂരം, ഒരു 15-20 മിനിറ്റ് നടന്നു പോകുന്ന ദൂരത്തിലാണ് ഞങ്ങൾ വാടകയ്ക്ക് വീടെടുത്ത് അവിടെ താമസിച്ചത്. അവിടെ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീട്ടിലെ മൂത്തതായത് കാരണം എനിക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മാതാവിനെ, പിതാവിനെ, സഹോദരൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി കൃത്യനിഷ്ഠതയോടെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ. ഞാൻ അത് ചെയ്യുമായിരുന്നു. എൻ്റെ പിതാവ് മിലിറ്ററിയിലായിരുന്നത് കാരണം ടൈം പഞ്ച്വേറ്റുള്ള വ്യക്തിയായിരുന്നു. ടൈമിങ്ങിന് ആഹാരം കഴിക്കണം. പപ്പയ്ക്ക് ടൈമിങ്ങിന് ആഹാരം കഴിക്കണം, ടൈമിങ്ങിന് ഉറങ്ങണം, ടൈമിങ്ങിന് ഡ്യൂട്ടിക്ക് പോകണം എന്നുള്ള കൃത്യനിഷ്ഠയോടെ തിരുവനന്തപുരത്ത് താമസിച്ചു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ ബാലികമ്മയുടെ സ്കൂളിൽ പഠിച്ചത് കാരണം ഞാൻ ഈ കന്യാശ്രമമാരുമായിട്ട് ഒത്തിരി ഇടപഴകിയിട്ടുണ്ട്. എൻ്റെ സഹോദരൻ പഠിച്ചത് മഠത്തിലെ സ്കൂൾ, അവിടെയും കന്യാശ്രമം. ഞാൻ ഇവരെ നോക്കും. എനിക്ക് എൻ്റെ ഹൃദയത്തെ ഇമ്പാക്റ്റ് ചെയ്തൊരു വ്യക്തിത്വമാണ് ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞത്. അപ്പോൾ ചെറുപ്രായം മുതൽ ഞാൻ പപ്പയോടും മമ്മിയോടും പറയും എനിക്ക് 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് കന്യാസ്ത്രീയാണ്, 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് കന്യാസ്ത്രീ. അത് കാരണം ഞാൻ കമ്മലയോ മാലയോ പൊട്ടോ വളയോ ഒന്നും ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ കാത് കുത്തുമൊന്നും ചെയ്തിട്ടില്ല. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് ചേഞ്ച് ആവുന്ന കാര്യം ഞാൻ പറയണം. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു പറ്റത്തില്ല, നീ വീട്ടിലെ മൂത്തതാ, നീ ജോലി ചെയ്യണം, സഹോദരങ്ങളുണ്ട്, കന്യാസ്ത്രീ ആയി കഴിഞ്ഞാൽ ചിലവുകളുണ്ട്, അതാണിത്. വീട്ടിൽ ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് പോകണം. ഇപ്പോഴാണ് +1 +2. പ്രീ ഡിഗ്രി ആകുമ്പോൾ കോളേജിൽ പോകണം. ഞാൻ കോളേജിൽ പഠിച്ചെന്ന് പറഞ്ഞ് MG കോളേജ് തിരുവനന്തപുരത്ത് 4-ചിറ എന്ന സ്ഥലത്ത് പഠിച്ചത്. ഡിഗ്രി പാസ്സായത് തുമ്പയിലുള്ള ഓൾ സെയിൻസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ റോമൻ കാത്തലിക്സിൻ്റെ ചർച്ച്. ഇവിടെ MG കോളേജിൽ വന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ വന്നപ്പോൾ മമ്മി ഒരേ വഴക്ക്, എൻ്റെ കാത് കുത്തണം. പപ്പയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല കാത് കുത്തണം. ഒരു കാലത്താണെങ്കിൽ സാക്ഷ്യത്തിന് വേണ്ടി പറയുകയാണ്, എൻ്റെ മാതാവും പിതാവും രക്ഷയുടെ അനുഭവത്തിൽ വന്നവരാണ്. ജീവനുള്ള രക്ഷയുള്ള അനുഭവത്തിൽ വന്നിട്ട് അവർ പിന്മാറിപ്പോയ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം അവർ പിന്മാറിപ്പോയ അവസ്ഥയിലാണ്. അപ്പം ആ സമയത്താണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് കുടുംബമായിട്ട് വന്നത്. ഞാൻ ചർച്ചിൽ പോകും, എൻ്റെ മാതാവോ പിതാവോ ഒന്നും ചർച്ചിൽ വരത്തില്ല. എൻ്റെ സഹോദരങ്ങളെ കുഞ്ഞിലെ ഞാൻ കൊണ്ടുപോയ സമയത്ത് കൊണ്ടുപോയതല്ലാതെ പിന്നെ അവർ വന്നിട്ടില്ല. ഞാൻ പോകും, മഴയാണോ എനിക്ക് വിഷയമില്ല, രോഗം എനിക്ക് വിഷയമില്ല, നല്ല ഡ്രസ്സ് ഉണ്ടോയെന്ന് എനിക്ക് വിഷയമില്ല, ചെരുപ്പുണ്ടോയെന്ന് വിഷയമില്ല. പക്ഷെ ഞാൻ കറക്റ്റ് ആരാധനയ്ക്ക് സൺഡേ ചർച്ചിൽ പോകും. ഉച്ചയ്ക്ക് ശേഷം ആ സൺഡേ സ്കൂൾ, അതിന് ഞാൻ സൺഡേ സ്കൂൾ. വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി നല്ലൊരു മകളെ. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു കാലത്ത് ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്ത് എന്നെ കൊണ്ടാകുന്ന ജോലികളെല്ലാം ചെയ്ത് ഞാൻ നല്ലൊരു മകളായിട്ട് ജീവിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അപ്പോഴാണ് 12th ഞാൻ 11ാം ക്ലാസ്സിൽ പ്രീ ഡിഗ്രി ഫസ്റ്റിനും പ്രീ ഡിഗ്രി സെക്കൻഡിനും അവിടെ ഞാൻ MG കോളേജ്. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ മമ്മി വഴക്കുണ്ടാക്കി എൻ്റെ കാത് കുത്തി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജാതീയ പശ്ചാത്തലത്തിലുള്ള കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, മാല ഇടാൻ തുടങ്ങി, മാച്ചിങ് കമ്മലിടാൻ തുടങ്ങി, കണ്ണെഴുതാൻ തുടങ്ങി, പൊട്ടെഴുതാൻ തുടങ്ങി, തലയിൽ പൂ വെക്കാൻ തുടങ്ങി, അവരുടെ കൂടെ അമ്പലങ്ങളിൽ പോകാൻ തുടങ്ങി, അവരുടെ കൂടെ ഉത്സവത്തിൽ പോകാൻ തുടങ്ങി, അവിടുത്തെ വിഗ്രഹാർപ്പിതം കഴിക്കാൻ തുടങ്ങി. അപ്പം മധ്യസ്ഥന്മാർ എൻ്റെ ജീവിതത്തിൽ പേര് കൂടി. ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ള മധ്യസ്ഥന്മാരല്ല, ജാതീയ പശ്ചാത്തലത്തിലുള്ള ആൾക്കാരുടെ പേര് എൻ്റെ നാവിന്മേൽ, എൻ്റെ ഹൃദയത്തിൽ വന്ന് അവരുടെ പേര് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി. എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പിതാവ് മദ്യപിക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു ഡിസ്റ്റർബ് ഇല്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. പപ്പ മദ്യപിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. പക്ഷെ ഡെയിലി മദ്യപിക്കാൻ തുടങ്ങിയപ്പോൾ പപ്പയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിടാ, ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട്, അവിടെ പോയി ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം
അത് മാറുമെന്ന് പറഞ്ഞ് എൻ്റെ പിതാവിനെ മാതാവിനെ അവിടെ കൊണ്ടുപോയി അവർ പൂജിച്ചു. പക്ഷെ മദ്യപാനം മാറി. പക്ഷെ ഇന്ന് ഞാൻ വിചാരിക്കുന്ന എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറ്റില്ല, സ്വർഗത്തിരിക്കുന്ന ജീവനുള്ള ദൈവമാണ്. പക്ഷെ അന്ന് എൻ്റെ പിതാവും മാതാവും പോയ ആ വിഗ്രഹങ്ങളുടെ മുന്നിലാണ് പോയത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പിതാവിൻ്റെ മദ്യപാനം അന്ന് മാറ്റിയത് സത്യദൈവമാണെന്ന്. പക്ഷെ അത് എനിക്കോ എൻ്റെ പിതാവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് കാരണം എൻ്റെ പിതാവ് അന്യ ദൈവങ്ങളിൽ ആകർഷിതൻ. എൻ്റെ പിതാവിൻ്റെ മദ്യപാനം നിർന്നു, മദ്യപിക്കുന്നില്ല, അതിൽ ആകൃഷ്ടന്. ചർച്ച വരത്തില്ല, അതിൽ അമ്പലങ്ങളിൽ പോകും. നല്ലൊരു മനുഷ്യനാണ്, അനേകരെ ഹെൽപ്പ് ചെയ്യുന്ന മനുഷ്യൻ, അനേകരെ സഹായിക്കുന്ന മനുഷ്യന്. പക്ഷേ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്ന് മാറി അന്യദൈവങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയമായിരുന്നു. എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ മുമ്പ് നീണ്ട വർഷക്കാലം സത്യദൈവത്തിൽ ആരാധിച്ച് വരേണ്ട ഞങ്ങൾ ട്രാക്ക് മാറി, വഴി മാറിപ്പോയി. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് ഒഴുകി ഞങ്ങൾ വഴി മാറിപ്പോയി. ഞാൻ പിന്നീട് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ കന്യാസ്ത്രീമ ആവുന്നുള്ള വേല വിട്ട് ടീച്ചറാകുന്നുള്ളൊരു ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പിതാവ് ശ്രീധര മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്നതാണ്. അവിടെ തൊട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തിരുവനന്തപുരത്തെ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയില്ല. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബന്ധുക്കാരും ചർച്ചക്കാരും ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ അറിയാവുന്നവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റെഫർ ചെയ്ത് ചികിത്സയ്ക്ക് വരും. അപ്പോൾ ഒരുപാട് പേര് സ്റ്റേ ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ അവരൊക്കെ നമ്മുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ മിക്കവാറും സമയങ്ങളിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. ഇവരെ കൊണ്ടുപോകണം, അവധിയുള്ള ദിവസങ്ങളാണ് ഇവർക്കുള്ള ലഞ്ച് കൊണ്ടുപോകണം, ഇവർക്കുള്ള ഡിന്നർ കൊണ്ടുപോകണം. ഞങ്ങളുടെ വീട്ടിൽ ആളൊഴിയാത്ത ദിവസങ്ങളില്ല. ഹോസ്പിറ്റൽ ആവശ്യത്തോട് അനേക രോഗികൾക്ക് വേണ്ടി അവരുടെ കൂടെ പോകാനും അവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ആവശ്യത്തിന് പോകാനും എല്ലാം പോകാനും എല്ലാം എന്നെ എൻ്റെ പിതാവിനെ ദൈവം സഹായിച്ചു. അവർ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യും. ഞാൻ ഡൽഹി വരാനുള്ള കാരണം, ഡൽഹിയിൽ നിന്നുള്ള ഒരു ജീവിതം എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ളൊരു പേര് എൻ്റെ ലൈഫിലേ ഇല്ലായിരുന്നു. ഡൽഹി വരണം, ഡൽഹി ജോലി ചെയ്യണം, അങ്ങനെ ഒരു. പക്ഷെ സ്വർഗത്തിരിക്കുന്ന കർത്താവ് എന്നെ വിചാരിച്ചു. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല്യകാലത്ത് ഞാൻ ചർച്ചിൽ ആരാധിക്കാൻ പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു, ഇത് സത്യമോ? ഈ ആരാധന ഞാൻ ശ്രദ്ധയോടെ ചർച്ചകളിൽ ചെന്ന് ചെറുപ്രായം മുതൽ ശ്രദ്ധയോടെ ചർച്ച ചെടുക്കുമ്പോൾ അവിടെയുള്ള ആരാധനകൾ ഞാൻ ശ്രദ്ധ വെച്ച് നോക്കുന്ന സ്വഭാവം. ഞാൻ അലക്ഷ്യമായിട്ട് ഇരിക്കത്തില്ല. അവിടെ നടക്കുന്ന എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആരാധന ശ്രദ്ധ വെച്ച്. അപ്പൊ എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു, ഇത് സത്യമോ? പക്ഷെ ഇതെന്താണ്? ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ വരുന്ന ചിന്തയാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിവ് കിട്ടിയില്ലായിരുന്നു. എങ്കിൽ ഈ ലോകത്തിലെ പ്രഭു ചിലപ്പോൾ അത് നിരോധിച്ചായിരിക്കും. സത്യം അറിയാനുള്ള ആ സാഹചര്യം നിരോധിച്ചതാണോ? ഞാൻ എൻ്റെ മാനുഷിക ബുദ്ധിയിൽ അതിനെക്കുറിച്ച് സത്യം എന്തെന്ന് അന്വേഷിക്കാൻ പോകാത്ത തെറ്റായിരിക്കാം. എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം ഉണ്ടായിരുന്നു, ഈ ആരാധന സത്യമോ? ഈ ആരാധന സത്യമോ? ഞാൻ ക്ഷേത്രങ്ങളിൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ മുഴങ്ങുന്ന ഒരു ശബ്ദമായിരുന്നു, ഇത് സത്യം. ഞാൻ ഒരിക്കലും ഏതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ ഞാൻ പോയിട്ടില്ല. ഇന്നും ഞാൻ ദൈവസന്നിധി ദൈവത്തോട് മാപ്പ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവെ, ബാല്യകാലത്തിൽ എന്നോട് സംസാരിച്ച അന്ന് ഞാൻ സത്യദൈവം ആരാന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ എൻ്റെ കുടുംബം മുഴുവൻ ഇന്നിരിക്കുന്ന അവസ്ഥയിലല്ല, അന്ന് ആ ചെറുപ്രായത്തിലെ സത്യദൈവത്തെ ഞാനും എൻ്റെ കുടുംബം അറിഞ്ഞേനെന്ന് ഞാൻ ഇന്നും ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അതറിയണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ലൈഫ് രണ്ടാമത് വേറെ ഡൽഹി പട്ടണത്തിലേക്ക് വരുന്നത്. ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല, ഇത് മാത്രമേ കിട്ടിയുള്ളായിരുന്നു. പരീക്ഷ കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇലക്ട്രോണിക് ടൈപ്പ് പഠിച്ചു. ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്തും ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചു, മലയാളം ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചു, ഹയർ സ്പീഡിന്റെ അതും പഠിച്ചു. ഇനി ഹിന്ദി പഠിക്കണമെന്നേ ഉള്ളൂ. അപ്പോഴാണ് ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റിംഗ് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ സ്റ്റാർട്ടായി. അപ്പം ഡിഗ്രിയുടെ പരീക്ഷ കഴിഞ്ഞ് ഹിസ്റ്ററി മെയിൻ എടുത്താൽ ഞാൻ പഠിച്ചു. ഡിഗ്രിയുടെ പരീക്ഷ കഴിഞ്ഞപ്പോൾ 3 മാസത്തെ അവധിക്ക് ഞാൻ ഈ കോഴ്സ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഡൽഹിയിൽ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് സമയത്തിന് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു ചിട്ടയാണ്. ഇപ്പോൾ 8 മണിക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ 7 മണിക്ക് അവിടെ ചെല്ലും. അവിടെ ടൈം വേസ്റ്റ് ആക്കാൻ പപ്പ പോകുന്നതല്ല. ശ്രീധര മെഡിക്കൽ സെന്ററിൽ നിന്ന് വളരെ ദൂരെ സ്ഥലക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യും. ഇപ്പോൾ ശ്രീധര മെഡിക്കൽ സെന്ററിലെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഷ്യൻ്റെ കൂടെ സ്റ്റേ ചെയ്യേണ്ട ആൾക്കാർ, അവർ പുറത്ത് നിൽക്കണം. അവർ കാണാനുള്ള സമയത്ത് രാവിലെ വൈകുന്നേരം കാണുക, അത്രയേ ഉള്ളൂ, സന്ദർശിക്കത്രയേ ഉള്ളൂ. ബാക്കി ടൈമിങ്ങിലെല്ലാം അവർ പുറത്ത് താമസിക്കും. അപ്പം ദൂരെ സ്ഥലത്ത് ഒത്തിരി പേര് ആൾക്കാർ ചെറിയ ഹോട്ടലിൽ ലോഡ്ജ് എടുത്ത്. പപ്പ ഈ രാവിലെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെയിലി കാണുന്ന ആൾക്കാരുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ ഇവർക്ക് രാവിലെ കൊണ്ടുപോയി ക്യാൻറ്റീനിൽ കൊണ്ട് ചായ വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ലഞ്ച് വാങ്ങി. ഇത് പപ്പയുടെ സ്ഥിരമാണ്. പപ്പ ഡെയിലി അത് കാരണം പപ്പ നേരത്തെ പോകും. ഉച്ചയ്ക്കാണെങ്കിൽ ഇതേപോലെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും.
വൈകുന്നേരം ആണെങ്കിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ വൈകുന്നേരം ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ അവർക്കുള്ള സ്നാക്സ് വാങ്ങിച്ച് ചായ വാങ്ങിച്ച് അത് പപ്പയ്ക്ക് അത് സ്ഥിരം ഒരു ജോലിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും പപ്പ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ വരാൻ പോകുന്ന കാര്യത്തിന്റെ ദൈവം എനിക്ക് ഒരിക്കൽ പ്ലാനിനെ കുറിച്ച് ഞാൻ പറയാം. ഡൽഹി എന്നുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ ആരുടെ ഹൃദയത്തിലില്ലാത്ത ഒരു ദേശത്തിന്റെ ഇത്. ഡൽഹിയിൽ വന്ന് ജോലി ചെയ്യുക. എൻ്റെ ചിന്ത മുഴുവൻ അവിടെ PSC ടെസ്റ്റ് എഴുതുക, അവിടെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ പപ്പ ജോലി ചെയ്യുന്ന സ്ഥാപനം ശ്രീധര മെഡിക്കൽ സെന്ററിൽ ജോലി കയറുക. ആ ഒരു സബ്ജക്റ്റേ ഉള്ളായിരുന്നു. അല്ലെങ്കിൽ പഠിച്ച് ഹയർ സ്റ്റഡി പഠിച്ച് ടീച്ചറാവുക. ഈ ഒരു കൺസെപ്റ്റ് മാത്രം നിൽക്കുമ്പോൾ അപ്പോൾ പപ്പ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് രാവിലെ സൈൻ ചെയ്തിട്ട് റിസപ്ഷനിൽ നിന്ന് വെളി ഇറങ്ങുന്ന സമയത്ത് ഒരു കാർ വന്ന് നിൽക്കുക. ആ കാറിനകത്ത് വളരെ ദയനീയമായ ഒരു സഹോദരിയും അവരുടെ ഹസ്ബൻഡും ഇറങ്ങും. അവർ ദൂരേന്ന് യാത്ര ചെയ്തില്ല. ആ സഹോദരിക്ക് ബ്രെയിൻ ട്യൂമറായിരുന്നു. ബ്രെയിൻ ട്യൂമർ അങ്ങ് കൂടി. അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ ആ ചെറുപ്രായത്തിൽ ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല അത് എത്രയും പെട്ടെന്ന് ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിക്കാൻ. അപ്പം വളരെ ചികിത്സകൾ ചെയ്ത് ധനം നഷ്ടപ്പെട്ടിട്ട് അവസാനം ഈ സഹോദരിയുടെ ട്യൂമർ കൂടി സുബോധം നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞ് ശ്രീധര മെഡിക്കൽ സെന്ററിൽ കൊണ്ടുവന്ന് കാണിക്കാമെന്ന് റെഫറൽ ലെറ്ററുമായിട്ട് വന്നു. ഈ കാറുകാരൻ ഇവരെ ഇവിടെ വിട്ടേച്ച് അങ്ങ് പോയി. പപ്പ ഇറങ്ങി വന്നപ്പോൾ ഈ സഹോദരിയെയും കയ്യെ പിടിച്ച് ഈ സഹോദരൻ നിന്ന് കരയുക. അപ്പൊ പപ്പ എന്ന് ചോദിച്ചു എന്തിനാ കരയുന്നത്, എന്തോ കാര്യം ചോദിച്ചു. പറഞ്ഞ് ഇതേപോലെ ഇന്നപോലെ വിഷയമായി ഇതേപോലെ വന്നു. പപ്പ പറഞ്ഞു വരാൻ പറഞ്ഞു. കൂട്ടത്തിൽ വിളിച്ച് നേരെ ഡയറക്ടറിന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു ഇതെന്റെ വകയിലുള്ള ഒരു സിസ്റ്ററാണ്, ഇത്ര ദൂരെ നിന്ന് വന്നതാണ്, ഇന്നപോലെ ചികിത്സിക്കാൻ വന്നു. അന്ന് അവിടെ അഡ്മിറ്റാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ ഈ അങ്കിള് ഞങ്ങളുടെ വീട്ടിൽ പോയി. വർഷങ്ങൾ കംസേക്കം 6 വർഷക്കാലം ശ്രീധര മെഡിക്കൽ സെന്ററിന്റെ ചികിത്സ ആ സഹോദരിക്കുണ്ടായിരുന്നു. തുടക്കത്തിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് 7 or 8 ഓപ്പറേഷൻ, ഓപ്പൺ സർജറി, ബ്രെയിൻ ഓപ്പറേഷൻ ചെയ്ത് ബ്രെയിൻ ഓപ്പറേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത കാരണം ഈ മൂക്കിന്റെ ഈ പാല എടുത്തു കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്രയും ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ മാവേലിക്കരയിൽ നിന്ന് പോയി തിരിച്ചു വരുന്ന പാട്. അപ്പോൾ അത്രയും ദിവസം ഞങ്ങളുടെ അവിടെ സ്റ്റേ ചെയ്യും. ആ സഹോദരിയുടെ A to Z കാര്യങ്ങൾ നോക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്നെ ദൈവം പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ആ സഹോദരി ഞാൻ ഇങ്ങനെ ബക്കറ്റ് കൊണ്ട് നിൽക്കും. ബ്രെയിൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു എന്ന് എപ്പോഴാണ് ഛർദ്ദിക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ബക്കറ്റ് കൊണ്ട് നിൽക്കും ഛർദ്ദിൽ പിടിക്കാൻ. രാത്രിയിൽ ആ സഹോദരിയുടെ കൂടെ കിടക്കുന്നത് ഞാൻ. എപ്പം വെള്ളം വേണം, എപ്പം ബാത്റൂമിൽ പോകണം, എപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. ഒരു 6-7 വർഷം അവർ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നും പോയി ചികിത്സ ചെയ്ത് മാസങ്ങളോളം നിന്ന സന്ദർഭമുണ്ട്, ഒരാഴ്ച നിന്ന സന്ദർഭമുണ്ട്, 15 ദിവസം നിന്ന സന്ദർഭമുണ്ട്. ആ സഹോദരിയെ സൃഷ്ടിച്ചു പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ ദൈവം ഇടയാക്കി ആ സഹോദരിക്ക്. അപ്പൊ ആ സഹോദരി നന്ദി സൂചകമായിട്ട് പറഞ്ഞ ആ സഹോദരിക്ക് 3 പെൺമക്കൾ. മൂത്ത മോളെ ആരോ ഡൽഹിയിൽ കൊണ്ടുപോകുന്നുണ്ട് പഠനം കഴിഞ്ഞ്. അവൾ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീറ്റിയെ കൂടെ, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സ്വീറ്റിയെ കൂടെ കൊണ്ടുപോകും ജോലിക്ക്. അങ്ങനെയാണ് ആ കൺസെപ്റ്റ് വന്നത്. ഡൽഹിയിൽ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഞാൻ ഡൽഹിയിൽ പോകത്തില്ല, എനിക്ക് ഡൽഹി പോകണ്ട, ഞാൻ ഇവിടെ നിന്നോളൂ. എനിക്ക് എൻ്റെ മാതാപിതാക്കളെ സഹോദരൻ വിട്ടു പോകാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് നാട്ടിൽ തന്നെ നിൽക്കണമെന്ന്, എനിക്ക് ഡൽഹി വേണ്ട. രണ്ടാമത്തെ കാര്യം ഡൽഹി വേണ്ടെന്ന് പറയാനുള്ള കാര്യം, 2.5 വയസ്സായപ്പം എൻ്റെ കാലിന് പോളിയോയുടെ അസ്വസ്ഥത വന്നു. മിലിറ്ററിയിലായിരുന്ന സമയത്ത് 2 വയസ്സ് 2.5 വയസ്സിൻ്റെ ഇടയിലായപ്പോൾ എൻ്റെ കാലിന് ഭയങ്കര വേദന. കാല് നിലത്ത് കുത്തുന്നില്ല, തളർന്നു പോവുക. ഉടനെ അവരെടുത്ത് മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്ക് പോളിയോ ഡോക്ടർ പറഞ്ഞു വന്നത് കാര്യമായി, പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തു, അല്ലെങ്കിൽ എൻ്റെ ഈ വലത് കാല് തളർന്നു പോയെന്ന് പറഞ്ഞു. പോളിയോ അസ്വസ്ഥത വന്നു. അത് കാരണം എൻ്റെ ബാല്യത്തിലായാലും എൻ്റെ യൗവനത്തിലായാലും ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴല്ലേ എന്നെ അലട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്ത് മഴ എപ്പോഴും ഉണ്ട്. ഈ മഴയുടെ ഒരു ദിവസം മുമ്പ് ഈ കാർമേഘം വരുമ്പോൾ എൻ്റെ കാലിന് ഭയങ്കര വേദന, എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. 2 ദിവസമേ കാലുവേദന നിൽക്കത്തുള്ളൂ, പക്ഷെ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. അപ്പം ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എന്നെ പെട്ടെന്ന് കാലുവേദന എടുത്ത് ഞാൻ കരയുമ്പോൾ എടുത്തുകൊണ്ട് പോയി ഇഞ്ചക്ഷൻ ചെയ്യും. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ ഇഷ്ടം പോലെ കഷായവും ലേഹ്യവും കുഴമ്പും പുരട്ടി ചികിത്സിക്കും. പിന്നീട് ഞാൻ മടുത്തു, മരുന്ന് കഴിക്കുന്നത് ഞാൻ നിർത്തി. ഈ കാലുവേദന മാറത്തില്ല തീരുമാനിച്ച് ഞാൻ നിർത്തി. പിന്നെ ചെയ്യുന്ന വേലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴമ്പ് പുരട്ടിട്ട് ഈ റിബൺ ഇട്ട് കെട്ടിവെക്കും, ഇറുക്കി കെട്ടിവെക്കും. വേദന കുറച്ച് കഴിയുമ്പോൾ വേദന. 2 ദിവസത്തേ ഉള്ളൂ. മഴ പെയ്യുന്നതിന് മുമ്പ് ഞാൻ മമ്മിയോട് പറയും, മമ്മി എൻ്റെ കാലുവേദന തുടങ്ങി, നാളെ മഴ പെയ്യും. അങ്ങനെ ഞാൻ മമ്മിയോട് പറയുന്നത്. അപ്പം മമ്മി പറയും ഇത് വാദത്തിന്റെ അസുഖമാണ്. അതുമല്ല, ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് പരുമലപ്പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചതിന് കയ്യും കണക്കുമില്ല. മെഴുകുതിരി തിരി ഈ കാലുവേദന മാറും. മണർകാട് പള്ളിയിൽ പോയി നേർച്ച കാഴ്ച ഇട്ടതിന് കയ്യും കണക്കില്ല, ഈ കാലുവേദന മാറും. മലയാറ്റൂരാണെങ്കിൽ ഞാൻ നന്നൂർ 1.5 വർഷം താമസിച്ചപ്പോൾ കാലുവേദന കൂടിയിട്ട് ആരോ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെരുപ്പിടാതെ 21 വീടുകളിൽ കയറി നേർച്ച പൈസ ശേഖരിച്ച് കിഴി കെട്ടി മലയാറ്റൂരിൽ ഞാനും മമ്മിയും
വേറെ ഒന്ന് രണ്ടുപേരും കൂടെ ചേർത്ത് കാറ് പിടിച്ച് അവിടെ പോയി അവിടെ ഇരിക്കുന്ന ആ ഭിക്ഷക്കാർക്ക് ഈ കിഴിയിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു. എൻ്റെ കാലുവേദന മാറിയില്ല. അത് കാരണം എനിക്ക് പേടിയാണ് കാലം. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഡൽഹിയിലൊക്കെ ഭയങ്കര തണുപ്പാണ്, ഞാൻ കാലുവേദന എടുത്തു കഴിഞ്ഞാൽ എന്നെ ആര് നോക്കും, എനിക്ക് ആരോട് പറയാൻ പറ്റും, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഞങ്ങളുടെ ബന്ധുക്കാരില്ല. ഈ ഒരു സഹോദരിയുടെ മകളാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ മമ്മിയോട് തീർത്ത് പറഞ്ഞു, എനിക്ക് ഡൽഹിയിൽ പോകണ്ട, എനിക്ക് കാലുവേദന വന്ന് എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്തുവായാലും മമ്മി പറഞ്ഞു, നീ അവിടെ പോയി ജോലി ചെയ്ത്, നീ മൂത്തതാ, ജോലി ഇത്രയും പഠിച്ചില്ലേ, അവിടെ പോയി. എനിക്ക് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇലക്ട്രോണിക് ടൈപ്പിൻ്റെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. ഡൽഹിയിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി. 1993 ഒക്ടോബർ മാസം 10 എൻ്റെ പിതാവ്, ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി. എല്ലാവരും ട്രെയിനിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കും, നല്ല ജോലി കിട്ടണമേ, നല്ല താമസ സൗകര്യം കിട്ടണേ, നല്ല സാലറി കിട്ടണേ. പക്ഷെ ഞാൻ 3 ദിവസവും ട്രെയിനിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവ് എനിക്ക് കാലുവേദന എടുക്കരുത്. എത്ര മധ്യസ്ഥന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ, എത്ര പേരുകൾ അറിയുമോ, ആ പേരുകളെല്ലാം വിളിച്ച് ഒറ്റ ഒരു പ്രാർത്ഥന ട്രെയിനിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് കാലുവേദന എടുക്കരുത്, എനിക്ക് എവിടെ കാലുവേദന എടുക്കും, ഈ ഒരു കാര്യമുണ്ട്. പക്ഷെ ദൈവം എനിക്ക് വേണ്ടി കരുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 93 ഡൽഹി ഭയങ്കര തണുപ്പും കണ്ടിന്യൂ മഴയുള്ള സമയത്ത് ദൈവം എന്നെ സൗഖ്യം എന്നുള്ളതാണ്. എനിക്ക് ഡൽഹി പട്ടണത്തിൽ വന്നിട്ട് ആ കാലുവേദന അധികം ഞാൻ നാട്ടിൻ പ്രദേശത്ത് നിന്നപ്പോൾ അനുഭവിച്ചപ്പോഴുള്ള ഒരു അനുഭവവും എന്നെ ഡൽഹി പട്ടണത്തിൽ വന്ന് ദൈവം എന്നെ അനുഭവിച്ചില്ലെന്നുള്ളത്. 12 തീയതി ഇവിടെ ട്രെയിൻ ഇറങ്ങും, അന്ന് രാത്രി തന്നെ പപ്പ തിരിച്ചു പോയി. പിറ്റേ ദിവസം 11 മണിക്കാണ് പപ്പയ്ക്ക് ട്രെയിനും ന്യൂഡൽഹിയിൽ ട്രെയിൻ പുറപ്പെടുന്നത്. പപ്പയ്ക്ക് അങ്ങ് പോയി സ്റ്റേ ചെയ്തില്ല. 13 തീയതി അന്ന് ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. പിറ്റേ ദിവസം വേറെ വീട്ടിൽ മാറണം. എന്നാൽ 4 പെൺകുഞ്ഞുങ്ങൾ താമസിക്കുന്നത്, 4 കൂടെ അവിടെ താമസിക്കത്തില്ല. അപ്പം നെക്സ്റ്റ് ഡേ വേറെ ഒരു വീട്ടിൽ എനിക്ക് മാറണം, അവിടെ ഒരു സൗകര്യമാണ് താമസിക്കുന്നത്. ദൈവം എന്നെ വിചാരിക്കുന്നു എന്നതിന്, ദൈവം എന്നെ ഓർക്കുന്നു, ദൈവം എന്നെ കരുതുന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം എന്നെ കണ്ട് എൻ്റെ പ്ലാൻ, ഞാൻ ദൈവത്തിന്റെ പ്ലാനിൽ വന്നില്ല. ഞാൻ എൻ്റെ ദൈവത്തിന്റെ പ്ലാനിൽ ചെറുപ്രായം മുതൽ ദൈവം എന്നോട് സംസാരിച്ചിട്ടും സത്യം എന്തെന്ന് തിരിച്ചറിയാത്ത ഞാൻ, ദൈവം അവൻ ആരാന്നും ജീവനുള്ള ദൈവം ആരാന്നും മധ്യസ്ഥൻ ആരെന്ന് എന്നെ അറിയിക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവന്ന പ്ലാന് ഡൽഹിയിലെ പ്രദേശത്ത് എന്നെ കൊണ്ടുവന്നു. 13 തീയതി ഇന്റർവ്യൂവിന് പോവാ. ഞാൻ വന്ന വീട്ടിൽ ഒരു കുഞ്ഞിന്, ഒരു സഹോദരിക്ക് 6 മാസമായിട്ട് ജോലിയില്ല. അവരുടെ ഇന്റർവ്യൂവിന് പോവുക. അപ്പൊ എന്നെ കൊണ്ടുവന്ന ആ സഹോദരി പറഞ്ഞു, നീ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഞങ്ങളുടെ കൂടെ ഡൽഹിയും കാണാം, ഇന്റർവ്യൂ പോകാം. അങ്ങനെ കൂട്ടത്തിൽ പോയത് രാവിലെ. അവിടെ ചെന്ന് അവർ രണ്ടുപേരും റൂമിൽ കയറി. ഞാൻ റിസപ്ഷൻ ഇങ്ങനെ വെളിയിരിക്കുക ഇന്റർവ്യൂവിന് വേണ്ടി. അവർ ഇന്റർവ്യൂവിന് ഇപ്പം ഞാൻ വെളിയിൽ അവരെ കാത്തിരിക്കും. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർ പുറത്തിറങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇന്റർവ്യൂ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അവർക്ക് ഇലക്ട്രോണിക് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച വ്യക്തിയാ വേണ്ടിയെന്ന്. ഈ സഹോദരിക്ക് മാനുവൽ ടൈപ്പിംഗ് അറിയത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം, പക്ഷേ എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടില്ല, ഞാൻ പഠിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടുവന്ന് സഹോദരിക്ക് സന്തോഷം, എന്നാൽ വരാൻ പറഞ്ഞു. പെട്ടെന്ന് എന്നെ കൊണ്ട് അകത്ത് കയറി അവരൊരു പേപ്പർ വന്ന് ടൈപ്പ് ചെയ്യാൻ, നമ്മൾ പഠിച്ചിറങ്ങിയതേ അല്ലേ ഉള്ളൂ, പരീക്ഷയും കഴിഞ്ഞ് പഠിച്ചിറങ്ങുള്ളൂ. ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഇന്റർവ്യൂ പാസ്സായി, ഞാൻ ജോലിക്ക് കയറി. പിറ്റേ ദിവസം നോക്കണം, എൻ്റെ പിതാവ് 11 ട്രെയിൻ കയറിയില്ല, പക്ഷെ ഞാൻ ജോലിക്ക് കയറി. സാലറി വിഷയമല്ലായിരുന്നു, ഒറ്റ ഒരു കാര്യമുള്ള സഹോദരി എന്നോട്, സ്വീറ്റി നീ ഇവിടെ ജോലി ചെയ്ത് നിനക്ക് ഭാഷ പഠിക്കാം. ഭാഷ നമുക്കറിയത്തില്ല, ഹിന്ദി നമ്മൾ സ്കൂളിൽ എഴുതി പഠിച്ചതല്ലാതെ നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പേര് ചോദിച്ച പേര് മാത്രം പറയും, ബാക്കിയൊന്നും നമുക്ക് പറയത്തില്ല. അവിടെ 15 ദിവസം ജോലി, 15 ദിവസം ഞാൻ അവിടെ ജോലി, ചെറിയൊരു സ്ഥാപനമാണ്. 15 ദിവസം കഴിഞ്ഞപ്പോഴും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നുള്ളതാണ് ദൈവത്തിന്റെ അത്ഭുതം. പപ്പ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് റിമെമ്പേഴ്സ് കിട്ടും, ട്രാവലിന്റെ പൈസ കിട്ടും പപ്പയ്ക്ക്. അത് വാങ്ങിക്കാൻ കൗണ്ടറിൽ ചെന്ന് ഫോം പൂരിപ്പിച്ച് കൊടുത്തപ്പോൾ അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്ന ആ പുള്ളിക്കാരൻ ചോദിച്ചു, സാറേ എന്താ ഡൽഹി കറങ്ങാൻ പോയതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞല്ല, എൻ്റെ മോളെ ജോലിക്കായിട്ട് അവിടെ കൊണ്ടുവിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ അവിടെ ഒരു എക്സ്പോർട്ട് കമ്പനി ഉണ്ട്, ഞാൻ മോള് താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ അവന് കൊടുക്കാം. 15 ആ കറക്റ്റ് 15 കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് അഡ്രസ്സ് തിരക്കി വന്ന് 16 തീയതി എന്നെ ആ പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലുള്ള വേറൊരു അവിടെ കൊണ്ട്, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നോക്കണം. ഞാൻ പഠിച്ചത് BA ഹിസ്റ്ററി പഠിച്ചിട്ടാണ്. അവിടെ എന്നെ ജോലിക്ക് വെക്കുന്നത് അക്കൗണ്ട് അസിസ്റ്റന്റ് ആയിട്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ 4th ഗ്രൂപ്പ് എടുത്ത് കൊമേഴ്സ് എടുത്ത് പഠിച്ചെന്നല്ലാതെ, നമുക്ക് സ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ള മാത്സ് പഠിച്ചെന്നല്ലാതെ നമുക്ക് അക്കൗണ്ടൻസി കൊമേഴ്സ് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല. അവരെന്നെ ഇന്റർവ്യൂ എടുത്തില്ല. ഈ സഹോദരന്റെ കെയർ ഓഫിൽ എന്നെ അവിടെ കൊണ്ടുപോയി അവരെന്നെ ഇന്റർവ്യൂ എടുത്തില്ല. എൻ്റെ ബയോഡേറ്റ ഒന്ന് കണ്ടു എന്നെ ജോലിക്ക് വെച്ചു. എൻ്റെ കയ്യിൽ ഞാൻ അന്ന് ജോലിക്ക് ഇരിക്കുക. ആ 15 ദിവസം ജോലി ചെയ്ത സ്ഥലത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇനി ജോലിക്ക് വരുന്നില്ല എന്ന്. അവിടെ ചെന്നപ്പോൾ ഓഫീസിൽ തരുന്ന ഇത്ര വലിയൊരു ലെജർ,
ഒരു പെൻസിലെ ഒരു റബ്ബറെ കാൽക്കുലേറ്റർ, ആദ്യമായിട്ടാണ് കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്തു. അവിടെ 7 വർഷം ജോലി ചെയ്തു. അവിടെ ഇരുന്ന അക്കൗണ്ട്സ് മുഴുവൻ ഞാൻ പഠിച്ചു, ദൈവം പഠിപ്പിച്ചെന്നുള്ളത്. ഇന്ന് വരെ, ഇന്ന് 2025, ഒരു ദിവസം പോലും ജോലി ഇല്ലാതെ ദൈവം ഇരുത്തിട്ട് ജോലി ചെയ്യാനുള്ള ദൈവം കൃപ തന്നു. അതാണ് കർത്താവ്, സ്വർഗത്തിരിക്കുന്ന കർത്താവ് ഭൂമി തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. തന്നെ താൻ കണ്ടിട്ടുള്ള മക്കൾക്ക് വേണ്ടി കർത്താവ് വിചാരിക്കുന്നു. നമുക്ക് വേണ്ടി വിചാരിക്കാൻ നാം നമുക്ക് വേണ്ടി വിചാരിച്ചില്ലെങ്കിലും, മറ്റുള്ളവർ നമുക്ക് വേണ്ടി വിചാരിച്ചില്ലെങ്കിലും കർത്താവ് നമ്മളെ വിചാരിക്കുന്നു. നമ്മൾ ആ പദ്ധതിക്കുള്ളിൽ ആ ഓൺ ദി സ്പോട്ടിൽ വന്നില്ലെങ്കിൽ ദൈവം പ്ലാൻ ഒരുക്കും, ദൈവത്തിന്റെ പ്ലാൻ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജീവനുള്ള ദൈവത്തെ അറിയാനുള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ ദൈവം എന്നെ സ്പർശിച്ചതുള്ള കാര്യം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ചർച്ചിൽ പോകണം. ഞാൻ താമസിക്കുന്ന സഹോദരിയോട് പറഞ്ഞ് എനിക്ക് ചർച്ച മുടക്കാൻ പറ്റത്തില്ല. ആ സഹോദരി എന്നെ ഒരു ചർച്ചിൽ കൊണ്ട്, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആരാധനകൾ ഒരു ചർച്ച. അപ്പൊ ഞാൻ പിന്നെ പോയി. 2 ആഴ്ച ഞാൻ പിന്നെ പോകാതിരുന്നു. ഒരാഴ്ച മാത്രം ആ സഹോദരിയുടെ ചർച്ച, പിന്നെ 2 ആഴ്ച ഞാൻ ചർച്ചിൽ പോയി. എനിക്ക് ഭയങ്കര വിമിഷ്ടം. അപ്പൊ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറെ ഇല്ലെങ്കിലും കൊണ്ട് വന്നത്. ഇവിടെ പോസ്റ്റ് ഓഫീസ് എവിടെ എന്തോ കുറെ ഇല്ലെങ്കിലും കൊടുത്ത് മമ്മിക്ക് ലെറ്റർ എഴുതി. മമ്മിക്കും പപ്പയ്ക്കും, മമ്മി ചർച്ചിൽ പോകാൻ പറ്റുന്നില്ല, എവിടാന്ന് എനിക്കറിയില്ല, എന്നെ ആരും മമ്മിക്ക്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പുതുതായിട്ട് വന്നതായത് കാരണം ആ സഹോദരിയുടെ അറിയാവുന്ന കുറെ കൂട്ടുകാരൊക്കെ ഡിസ്റ്റൻസിലുള്ള ആൾക്കാർക്ക് പറഞ്ഞ് പുതിയ ആൾക്കാർ വരുമ്പോൾ അവർ കാണാൻ വരും, പരിചയപ്പെടണം. അങ്ങനെ ഇവിടെ പരിചയപ്പെടണം. അപ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഞാൻ ചർച്ചിൽ പോകുന്നില്ല കാര്യം അറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ബിസിനസ് ചർച്ചയിലാണ് പോകുന്നത്, സ്വീറ്റിക്ക് വരാൻ ആഗ്രഹം, എൻ്റെ കൂടെ അടുത്ത സൺഡേ ചർച്ചിൽ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഓൺ ദി സ്പോട്ടിൽ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. ദൈവം എനിക്ക് വേണ്ടി എടുക്കുന്ന പ്ലാനിന്റെ സ്റ്റാർട്ടിങ്, എൻ്റെ ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം എന്നെ തെരഞ്ഞെടുത്തു. എന്നിൽ വീണ മുദ്ര നടപ്പിലാക്കാനുള്ള മുദ്ര വീണിട്ടുണ്ട്. അതിലേക്ക് എന്നെ ദൈവം നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി. പുള്ളിക്കാരി പോയപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം ആയപ്പോൾ സഹോദരി എനിക്ക് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നാളെ ഇവിടെ തൊട്ടടുത്തൊരു കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, നമുക്ക് നാളെ അവിടെ പോകാം. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് പോകാം. വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ബൈബിൾ എടുത്ത് പുള്ളിക്കാരോട് ഒരുങ്ങി പോകുന്നത്. ആ ബൈബിൾ എന്ന് പറഞ്ഞതും അത് ഒരു ദൈവത്തിന്റെ പദ്ധതിക്കുള്ള ആ ബൈബിൾ എൻ്റെ കൈ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യമ്മച്ചി ആരാധിച്ചുകൊണ്ടിരുന്നു, എൻ്റെ പപ്പയുടെ അമ്മ മരിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ട് 94 രക്ഷിക്കപ്പെട്ടു. അതിനൊരു 5 വർഷം, ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് വരുന്നതിന് ഒരു 6-7 വർഷത്തിന് മുമ്പ്, 6 വർഷം കറക്റ്റായി അമ്മച്ചി മരിച്ചു പോയത്. അമ്മച്ചിയുടെ ഫ്യൂണറൽ സർവീസിന് ഞാനും പപ്പയും എൻ്റെ സഹോദരങ്ങൾ അവിടെ ചെന്നു. ഫ്യൂണറൽ സർവീസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പപ്പയോട് ഒരു കാര്യം പറഞ്ഞു, പപ്പ നമുക്ക് വരുമ്പം അമ്മച്ചിയുടെ ബൈബിൾ എനിക്ക് തരാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പയുടെ സഹോദരനോട് പറഞ്ഞു ആ ബൈബിൾ മോക്ക് കൊടുക്കണം, അവൾ ചോദിക്കുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മച്ചിയൊക്കെ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്ന് വളരെ കഷ്ടത നിറഞ്ഞ സമയത്താണ്. അവരാരും അറിയാതെ പോയി രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ആരും അറിയാതെ ദിവസങ്ങളോളം ആരാധിച്ച് വീട്ടിൽ ഉപദ്രവവും ഏറ്റിരുന്ന ആ കഷ്ടയുടെ നടുവിലാണ് അവർ രക്ഷയുടെ അനുഭവത്തിൽ വന്നത്. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ കൂടെ പോയെന്ന് പറഞ്ഞ് അമ്മച്ചിയുടെ മോൻ്റെ മൂത്ത മോളായിരുന്നു. അപ്പോൾ ആ സഹോദരി ആ ബൈബിൾ എടുത്തോണ്ട് അങ്ങ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോയി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രേയറാണ്. വീട്ടിൽ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ പ്രേയറാണ്. അപ്പോൾ പപ്പ പറഞ്ഞു എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, പ്രേയർ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി വീട്ടിലോട്ട് വരിക. ദൈവം എന്നെ കണ്ടതിൻ്റെ തെളിവാണ്, എന്നെ മനസ്സിലാക്കി തരിക. പക്ഷെ ഞാനത് അന്ന് മനസ്സിലാക്കിയില്ല, പിന്നീടാണ് മനസ്സിലായി. ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ വിളി നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് കർത്തദാസന്മാർ നിപ്പുണ്ട്, വിശ്വാസികൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക, വെള്ള ഡ്രസ്സെല്ലാം ഇട്ട് എല്ലാവരും പ്രേരണ വന്നത്. അപ്പോൾ ആ സഹോദരി ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ എന്നെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി പറിച്ചപ്പോൾ ഈ കുഞ്ഞിനാണല്ലോ എന്നെ ദർശനത്തിൽ കാണിച്ചത്, ഈ അമ്മയുടെ ബൈബിളിൽ ഈ മകൾക്ക് കൊടുക്കണമെന്ന്. ഉടനെ അവിടെ നിന്ന് പാസ്റ്റർ, അവരുടെ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു ആ സിസ്റ്ററിനെ എടുത്തുകൊണ്ട് പോയ സഹോദരിയോട് പറഞ്ഞു എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. എടുത്തുകൊണ്ട് വന്നു. അത്രയും ആൾക്കാർ, അത്രയും കർത്തദാസിമാരും വിശ്വാസികളും കരമുയർത്തി പ്രാർത്ഥിച്ചിട്ട് ആ ബൈബിൾ എനിക്ക് തന്നു. എന്നോട് പറഞ്ഞു ആ അമ്മയുടെ പേര് എൻ്റെ പേര് ഒന്നാണ്. എൻ്റെ വല്യമ്മച്ചി വളരെ തീഷ്ണതയോട് നിന്ന വ്യക്തി. ആ അമ്മ മരിക്കുന്നത് തന്നെ കഷ്ടപ്പെടാതെ, ആരാധനയ്ക്ക് സൺഡേയാണ് മരിക്കുന്നത്. സൺഡേ ആരാധനയ്ക്ക് പോയി, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തലവേദന വന്ന് ചർച്ചിലുള്ള ആൾക്കാർ പുഷ്പഗിരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരണപ്പെട്ടു. നല്ല നിദ്ര കൊടുത്ത് കഷ്ടപ്പെടാതെ, സ്വയം കഷ്ടപ്പെട്ടില്ല, ആർക്കും കഷ്ടപ്പെടാം, മക്കൾക്കോ മരുമക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കും കഷ്ടപ്പെടാതെ നല്ല രീതിയിൽ നിദ്ര പ്രാപിപ്പാൻ കർത്തൃസന്നിധി ചേർക്കപ്പെടും. എൻ്റെ പേര് അമ്മയുടെ പേര്, ആ അമ്മയുടെ പേരനുസരിച്ച് എനിക്ക് ഈ അന്നമ്മ എന്നുള്ള പേരിട്ടത്. സർനെയിം മാത്രമേ ഉള്ളൂ വ്യത്യാസം. പറഞ്ഞു ഈ കുടുംബത്തെ ഇനി ദൈവം കണ്ടിരിക്കുന്ന നിന്നെയാണ്, ഈ മാതാവിന് ശേഷം നീ വേണം തീഷ്ണതയോട് ഈ കുടുംബത്തിൽ നിൽക്കണം.
ആ ബൈബിളാണ് അന്ന് ഞാൻ ഡൽഹി പട്ടണത്തിൽ എടുത്ത് വന്നപ്പോൾ കൊണ്ടുവന്നു. ആ ബൈബിളും കൊണ്ടാണ് ഞാൻ ആ കോട്ടേജ് മീറ്റിങ്ങിന് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രെയർ സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നിരുന്നത്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ അനുഭവം അന്ന് അവിടെ നടന്നു. ഞാൻ അവിടെ പ്രേയറിന് വന്ന് ഇരുന്നതേ ഉള്ളൂ. ഇരുന്നപ്പം മുതൽ കരച്ചില്ല. എനിക്കറിയത്തില്ല ഞാൻ എന്തിനാ കരയുന്നില്ല. കരഞ്ഞ് ഏങ്ങലടിച്ച് കരയുക. എനിക്കറിയത്തില്ല. എന്നെ കൂട്ടത്തിൽ കൊണ്ടുവന്ന ആ കുട്ടി എന്നെ കുലുക്കി വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി എനിക്കറിയത്തില്ല. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നുമില്ല. ഏങ്ങലടിച്ച് ആ പ്രേയറിൻ്റെ അരഭാഗത്തോളം ഞാൻ കരയുമായിരുന്നു. കരഞ്ഞ് ദൈവം എന്നെ കഴുകുമായിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാനാണ് സത്യദൈവം. ദൈവം എന്നെ അറിയിക്കുമായിരുന്നു. എൻ്റെ ഹൃദയത്തിലെ മധ്യസ്ഥന്മാരുടെ രൂപത്തെ എല്ലാം ദൈവം ആ കണ്ണുനീരിൽ കൂടെ കഴുകുന്ന പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ പാപത്തെ മോചിക്കുന്ന പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. സത്യദൈവം ആരാന്നും ഞാൻ മാത്രമേ മധ്യസ്ഥനെന്ന് ദൈവം എന്നെ വെളിപ്പെടുത്തുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബൈബിൾ കരച്ചിൽ നിന്ന് ബൈബിൾ ഇങ്ങനെ തുറക്കുമ്പോൾ 16-ാമത്തെ സങ്കീർത്തനം, അന്യദൈവങ്ങളുടെ നാമം നീ നാവിൽ എടുക്കില്ല. അന്യദൈവങ്ങളെ ആരാധിക്കുന്നവൻ എന്തുവാ, അനേക വേദനകൾ വർദ്ധിക്കും. ഞാനല്ലാതെ വേറൊരു കർത്താവില്ല എന്നുള്ളൊരു വചനം. ഈ 2-ാമത്തെ വാക്യവും ഈ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യം വായിക്കാൻ പറ്റുന്നു. ഈ 2 വാക്കിൽ എൻ്റെ കണ്ണുടക്കി നിൽക്കുക. അന്യദൈവങ്ങളെ സേവിക്കുന്നവർ, അവരുടെ നാമം നാവിലെടുക്കുന്നവർക്ക് അവർക്ക് വേദനകൾ വർദ്ധിക്കും. അവരുടെ നാവിൽ ഞാൻ എടുക്കുകയില്ലെന്ന് ദാവീദ് തീർത്ത് പറയുന്നത് പോലെ ഞാൻ അന്ന് തീരുമാനം എടുത്തു. ഞാൻ ഇത്രയും നാളും സേവിച്ച ദൈവങ്ങളും മധ്യസ്ഥനും തെറ്റാണെന്നുള്ളത്. ഏക സത്യദൈവമെന്ന് അന്ന് ഞാൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നു. അന്ന് ആ കർത്തദാസൻ പറഞ്ഞ് രക്ഷിക്കപ്പെടാൻ ആഗ്രഹം കൈപുറം. ഞാൻ അന്ന് കൈപൊക്കില്ല. എനിക്ക് അത്രയും വ്യക്തത വന്നില്ല. രക്ഷ എന്തെന്നും മാനസാന്തരം വ്യക്തതല്ലേ. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എന്നെ കൊണ്ടുപോയ കുട്ടി പറയുന്നുണ്ടായിരുന്നു, സഹോദരി പറയുന്നുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു നീ കൈപൊക്കുവാന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ സ്വാതന്ത്ര്യം പ്രാപിച്ചു. എൻ്റെ ശരീരം ഭാരം ഒഴിഞ്ഞ് ഞാനങ്ങ് ഒഴിഞ്ഞവളെ പോലായിപ്പോയി. എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത സമാധാനം, ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഫീലിംഗ് അത് അന്ന് ഞാൻ അനുഭവിച്ചു. അന്ന് ഞാൻ തീരുമാനം എടുത്ത് ഈ ദൈവമല്ലാതെ വേറൊരു ദൈവത്തെ ഞാൻ സേവിക്കത്തില്ലെന്ന്. ഞാൻ പിറ്റേ ദിവസം മമ്മിക്ക് ലെറ്റർ, ആ ലില്ലിൻ്റെ കയ്യിലുണ്ട്, ലെറ്റർ എഴുതി, മമ്മി ഞാൻ ഇനി മുതൽ പെന്തക്കോസ്ത് ചർച്ചിൽ ആരാധിക്കും. സൺഡേ ആരാധനയ്ക്ക് പോയി ഞാൻ രക്ഷിക്കപ്പെടുന്നു, ജീവനുള്ള ദൈവത്തെ വാഗോണ്ട് ഏറ്റു പറഞ്ഞത് മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും പിന്നെ ഞാൻ മറ്റുള്ള സഭകളെ കുറിച്ച് ചിന്തിക്കാനോ മറ്റുള്ള ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനോ മറ്റുള്ളവരുടെ നാമം ഞാൻ എൻ്റെ നാവിൽ എടുക്കാനോ ഞാൻ ദൈവം എന്നെ ഇടവരുത്തുന്നില്ല. ദൈവം എനിക്ക് അവിടെ തുണ നിന്നുള്ളത്. ദൈവം ശക്തമായിട്ട് എന്നോട് ഇടപെടുന്നുണ്ട്. പക്ഷേ എനിക്കത് തിരിച്ചറിവില്ലായിരുന്നു. ആത്മാവാണ് എന്നോട് ഇടപെടുന്നത്, ആത്മസാന്നിധ്യമാണ് എന്നെ വരുന്നത്. എനിക്ക് അന്ന് മനസ്സിലാകും. രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന് മാനസാന്തരപ്പെട്ടു. പിന്നീടുള്ള എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞു, 1 വർഷം കഴിയുമ്പോൾ ഡിസംബർ മാസത്തിൽ എനിക്ക് നാട്ടിൽ പോകണം. കർത്താവെ എനിക്ക് സ്നാനപ്പെടണം. 1 വർഷത്തിനകം എനിക്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് സ്നാനപ്പെടണം. ഞാൻ എൻ്റെ കമ്മലൊക്കെ നേരത്തെ ഊരി. അന്ന് ഞാൻ മമ്മിക്ക് ലെറ്റർ എഴുതിയപ്പോൾ എഴുതിയായിരുന്നു, മമ്മി കാത് കുത്തിയില്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നേനെന്ന്. ഞാൻ മമ്മിക്ക് ലെറ്റർ എഴുതുമ്പോൾ എഴുതുമായിരുന്നു. അന്ന് മമ്മി വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ലേ എനിക്ക് അന്ന് ഇതെല്ലാം ചെയ്യേണ്ടി വന്നെന്നെല്ലാം മമ്മിക്ക് ലെറ്ററിൽ കൂടി എഴുതുക. അവർക്ക് മാതാവും പിതാവും ഒന്നും എന്നെ വഴക്കൊന്നും പറഞ്ഞു. ഞാനത് ചിന്തിച്ചില്ല. എന്നെ അവർ വഴക്ക് പറയുന്നു, എൻ്റെ സഹോദരങ്ങൾ എന്നോട് ദേഷ്യം. ആ ഒരു ചിന്തയില്ല. അസാധാരണ ഒരു ധൈര്യമാണ് എന്നെ വ്യാപരിച്ചതെന്ന്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കില്ല. വേറെ സഭയെക്കുറിച്ച് ചിന്തിക്കാനോ ഞാൻ വന്ന ആ പാരമ്പര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമില്ല. ഏക സത്യദൈവമെന്ന്. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ ബാല്യം മുതൽ എന്നോട് അങ്ങ് ഇടപെട്ടതാണല്ലോ. നീ പോകുന്ന ആരാധനകൾ ശ്രദ്ധയോടിരിക്കും, ഇത് സത്യമോ എന്നുള്ള ഒരു ശബ്ദം അന്ന് എൻ്റെ റിവീൽ ചെയ്യുമായിരുന്നു ഞാൻ ആ സത്യമെന്ന്. ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവെ അന്ന് ആ ചെറുപ്രായത്തിൽ ഞാൻ സത്യം തേടി പോയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന അവസ്ഥ ആയിരിക്കത്തില്ലെങ്കിൽ. ദൈവത്തിന് ഇത്രയും പാതയിലൂടെ എന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരുന്നു, ഡൽഹി കൊണ്ടുവരുന്നു, ആ പ്ലാനിങ് ചിലപ്പോൾ ആവശ്യമില്ല. അന്ന് ചെറുപ്പം മുതലേ ആ ബാല്യത്തിൽ മുതലേ ഞാൻ രക്ഷകനെ സ്വീകരിക്കുമായിരുന്നു. രമ്യാവരോട് പറഞ്ഞു പോലെ, ബാല്യത്തിലെ ഞാൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ ഉരുവാക്കുന്നതിന് മുമ്പേ കണ്ടതെന്നുള്ള അത് എന്നിൽ പ്രാവർത്തികമായെന്ന് പറഞ്ഞാൽ ദൈവത്തോട് സോറി പറയണം. 94-ൽ ഞാൻ 93 ഒക്ടോബറിലല്ലേ വന്നത്, നവംബർ ഡിസംബർ 94 ഡിസംബറിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ സ്നാനപ്പെട്ടിട്ടാണ് ദൈവസന്നിധിയിൽ. 98-ൽ എൻ്റെ വിവാഹം നടന്നു, എൻ്റെ കുടുംബജീവിതത്തിൽ. അതും എൻ്റെ അത്ഭുതകരമായ അവസ്ഥയായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ കൺസീവ് ചെയ്തു. 6-ാം മാസത്തിൽ അത് നഷ്ടപ്പെട്ടു. 6-ാം മാസത്തിൽ വളർച്ചയെത്തിയതിന് ശേഷം ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടു. അത് ഞങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മെഡിക്കൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലായി, ഓവറി യൂട്രസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അതിൻ്റെ ഓപ്പറേഷൻ നടന്നത്. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു 1 വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുഞ്ഞിന് ട്രൈ ചെയ്യാം. ആ 1 വർഷക്കാലം നിരന്തരം പ്രാർത്ഥിക്കും. ഹന്ന ദൈവസന്നിധി ഹൃദയം പകരുന്നത് പോലെ ഞാനും ദൈവസന്നിധി പറഞ്ഞു. 1 വർഷം കഴിഞ്ഞപ്പോൾ തലമുറ കൺസീവായി.
2-ാം മാസത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നോക്കണം. ദൈവം എന്നെ ഉപേക്ഷിക്കാത്ത ദൈവമെന്നും എന്നെ വിചാരിക്കുന്ന ദൈവമെന്നും സമർത്ഥിക്കുന്ന അടുത്ത ഉദാഹരണം എൻ്റെ ജീവിതത്തിൽ നടന്നത്. 2-ാം മാസം കൺസീവായി 2-ാം മാസമായപ്പോൾ നമുക്കറിയാം അത് ഷേപ്പ് ഒന്നും വരത്തില്ല. കർത്താവ് എന്നെ വലിയൊരു ദർശനം കാണിച്ചു. അത് പല സന്ദർഭങ്ങളിൽ എന്നെ കാണിക്കും ആ ഒരു ദർശനം. ജോസഫ് 13-ാമത്തെ വയസ്സിൽ ദർശനം കണ്ടു. 30-ാമത്തെ വയസ്സിൽ ജോസഫിന്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യം, അതിൻ്റെ ഇടയിലുള്ള ഒരു കാര്യങ്ങളും കാണിച്ചില്ല. 30-ാമത്തെ വയസ്സിൽ എന്താണ് ജോസഫിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകണമെന്നുള്ളത് ബാല്യത്തിലെ ജോസഫ് കണ്ടു. അതേപോലെ എൻ്റെ മകൻ വലുതായി കഴിഞ്ഞാൽ എന്തായി തീരുമെന്നുള്ള ആ ഒരു അവൻ ആരാണ് ആകും എന്ന് കർത്താവ് എന്നെ കാണിച്ചു. ഞാൻ അത് വിശ്വസിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ തീർത്ത് പറഞ്ഞ് എനിക്ക് കർത്താവ് കാണിച്ച ഈ ദർശനത്തെ ഞാൻ പിശാച് തൊടാൻ സമ്മതിക്കത്തില്ലെന്ന്. ഈ കോഴിമുട്ടയുടെ പുറത്ത് കോഴി അടയിരിക്കില്ല, പൊരുന്നിരിക്കുന്ന പോലെ ഞാൻ പ്രാർത്ഥനയോടുകൂടി ആ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടുകൂടി ആ ദർശനത്തിന്മേൽ പൊരുന്നിരുന്നെന്ന് പറഞ്ഞാൽ മതി. നിരന്തരം ഞാൻ പറഞ്ഞു, പോകുമ്പോഴും വരുമ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴും ഏത് സമയത്തും ആ ദർശനത്തെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു. ആ സമയത്ത് 6-ാം മാസമായപ്പോൾ ഫസ്റ്റ് ടൈം വന്നതുപോലെ എനിക്ക് കഠിനമായ വേദന വന്നു. മാനുഷ്യമായ നില ഞാൻ പേടിച്ചു പോയി. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വന്നില്ല, പേടിച്ച് ഭയം കാരണം. ഹോസ്പിറ്റലിൽ ആദ്യത്തെ ബാഡ് എക്സ്പീരിയൻസ് ഉള്ളത് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ. പക്ഷേ ദൈവം അവിടെ എന്നെ സഹായിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. 2001 ഒരു ആൺപൈതലിനെ ദൈവം ജനുവരി മാസത്തെ ദൈവം താനും. അന്ന് മുതൽ ഞാൻ എന്നും പ്രാർത്ഥിച്ചു, നിരന്തരം. ഇപ്പോഴും ഞാൻ അവന് വേണ്ടി ആ ദർശനം നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 6 മാസം അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞിട്ട് അവന് ഫ്രിച്ച് വിടാൻ പറ്റത്തില്ല, ഞങ്ങൾ രണ്ടുപേരും ഡ്യൂട്ടിയില്ല. എൻ്റെ മാതാവിൻ്റെ കൂടെ തിരുവനന്തപുരത്ത് അവൻ വളർന്നത്. 2.5 വയസ്സായപ്പോൾ തിരിച്ചു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ പ്ലേ സ്കൂളിൽ വിടണം, സ്കൂളിൽ ചേർക്കണം. അതിനനുസരിച്ച് 2.5 വയസ്സപ്പോൾ അവന് ഇവിടെ കൊണ്ടു. ദൈവം അവനെ നടത്തിയത് അവൻ്റെ ദർശനം നടപ്പിലാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ്. എന്നും പ്രാർത്ഥിക്കുക അവന് വേണ്ടി. ദൈവം ആ ദർശനം എന്നും തലേ കൈവച്ച് പ്രാർത്ഥിക്കും. ഒരിക്കൽ പോലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു, സാമ്പത്തിക മുട്ടുകൾ വന്നു, പല വിഷയങ്ങൾ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പടം വന്നെങ്കിലും ഈ ദർശനത്തെ ഓർത്ത് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കും. വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പൈതൽ ദൈവം കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തെ അറിയേണ്ട സമയത്ത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ എൻ്റെ പൈതൽ അത് അവനിലുള്ള വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം, അവനും ഉറപ്പാക്കണം. ദൈവം അവൻ്റെ മേൽ എന്താണ് അവനിലൂടെ ചെയ്യാൻ ആഗ്രഹം നടപ്പിലാക്കണം ഞാൻ പൂർണ്ണമായിട്ട് ആഗ്രഹിച്ച ഒരു മാതാവായിരുന്നു. അവനെ ആ രീതി തന്നെയാണ് വളർത്തിയത്. 2.5 വയസ്സായപ്പോഴത്തേക്ക് അവന് ടൈഫോയിഡ് ബാധിച്ചു. 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ടൈഫോയിഡ് ബാധിച്ചു. അത് വളരെ കഠിനമായി. ടൈഫോയിഡ് ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 4 സെക്ഷൻ ഉണ്ടല്ലോ, 4 ടെസ്റ്റും ഹൈ പോസിറ്റീവ് ആയിരുന്നു, ഹൈ എമൗണ്ട് ഇതായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയാവുന്ന ഡോക്ടർ അത് പറഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ വേറെ രോഗികളുടെ അസുഖം ബാധിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ 1.5 മാസക്കാലം ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാറി മാറി നിന്ന് അവനെ ശുശ്രൂഷിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് 2009 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ദുബായിയുടെ പ്രദേശത്ത് കടന്നുപോയി, കൂട്ടുകാരൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞാണ് എൻ്റെ മകൻ 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. പിശാചിന്റെ പോരാട്ടം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവം ഒരു വ്യക്തിയുടെ മേൽ പദ്ധതി ഉണ്ടെങ്കിൽ അതിന്റെ പോരാട്ടം വരുന്നതിന്റെ അടുത്ത ഒന്നാണ്. അവൻ സ്കൂളിൽ പോയി, അവൻ ക്രച്ചിലാണ് പോകുന്നത്. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവൻ ക്രച്ചില്ല. സ്കൂളിൽ പോയി. ഒരു മാതാവും മകനും എന്നുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വരുമ്പോൾ മാതാവ് എന്ന നിലയിൽ നമുക്കുടെ ഹൃദയത്തിൽ, മാതാവിനും പിതാവിനും അത് മനസ്സിലാവും അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകണം. അന്നത്തെ ദിവസം ഞാൻ രാവിലെ മുതലേ ഭയങ്കര അസ്വസ്ഥത. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്ത് അസ്വസ്ഥത. അവൻ സ്കൂൾ വിട്ട് കഴിഞ്ഞ് 3 മണിക്ക് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ 3 മണിക്ക് മുമ്പേ ഞാൻ ക്രിച്ച് വിളിച്ച് ചോദിക്കുക അവൻ വന്നോന്ന്. അപ്പൊ അവരെന്നെ എന്നോട് ചോദിക്കുന്നു, എന്ത് പറ്റി നേരത്തെ വിളിച്ച് ചോദിക്കുന്നത്? അപ്പൊ എനിക്കങ്ങ് അസ്വസ്ഥത. എനിക്ക് ഇപ്പം ഫോൺ വിളിക്കാൻ ചിന്ത ഭയങ്കര അസ്വസ്ഥത. 3 മണി കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചിട്ട് അവൻ ആ ഫസ്റ്റ് ബസ്സിനകത്ത് വന്നില്ല. അത് കഴിഞ്ഞ് 3:15 കഴിയുമ്പോൾ അടുത്ത ബസ് വരുന്നുണ്ട്. 3:15 കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചപ്പോൾ അവൻ ആ ബസ്സില്ല. അപ്പൊ ആ ക്രിച്ചിലുള്ള പിള്ളേർ നിന്ന് ഗ്രേസ് വണ്ടിക്കകത്ത് കയറിയില്ല. ഞാൻ ഓഫീസിൽ നിന്ന് ഒറ്റ കരച്ചിൽ. മോൻ ക്രിച്ചിൽ എത്തിയിട്ടില്ല, സ്കൂളിൽ രാവിലെ കൊണ്ടുവിട്ടത്. അപ്പോഴത്തേക്ക് എൻ്റെ മേഡം കേട്ടിട്ട്, എൻ്റെ ബോസ് എന്ന് പറഞ്ഞ ഒരു മേഡം ഇത് എൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഓടി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്തോ കാര്യം. ഞാൻ ഇതേപോലെ വന്നു. അവർ ഉടനെ എൻ്റെ ബാഗ് തന്നെ അവരും കയ്യിലെടുത്തു. അവരുടെ ബാഗ്, അവരുടെ ചാവി, അവരാ വണ്ടി ഓടിക്കും, എടുത്തോണ്ട് ഓടി, സ്റ്റെപ്പ് വഴി ഓടി, താഴോട്ട് ഓടി, വണ്ടി കയറി. അവർ വിറയ്ക്കുക വണ്ടി ഓടിക്കാൻ. ബസ് വരുന്ന ആ വഴിയിലൂടെ ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചു പോയി. ഇവനെ തിരക്കി. എവിടാന്ന് അറിയത്തില്ല, എവിടെ പോയെന്ന് അറിയത്തില്ല. സ്കൂളിൽ നിന്ന് ഇറങ്ങിയോ, സ്കൂളിൽ തന്നെ ഉണ്ടോ, അത് വേറെ ഏതെങ്കിലും വഴിക്ക്. നമ്മൾ ആകെ പേടിച്ചിരിക്കും. ഒരു മനുഷ്യർക്ക് ഫോൺ ചെയ്ത് അറിയിക്കാനുള്ള എനിക്ക് ടെൻഡൻസി വരുന്നില്ല. ആരെയും ഞാൻ വിളിച്ചറിയിച്ചില്ല.
ഇവൻ പോകുന്ന വഴിയിലൂടെ പ്രാർത്ഥിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോകുന്ന വഴി ഒരു ഫോൺ, ഒരു സർദാറിന്റെ ഫോണ് അവര് ആ പുള്ളിക്കാരന്റെ കടയുടെ മുന്നിൽ ഇവൻ നിന്ന് കരയുന്നെന്നും പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരുവാന്ന്. അവിടെ ചെന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഇവൻ സ്കൂൾ വിട്ട് ഇറങ്ങി. സാധാരണ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറാത്തെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ വിട്ട് കഴിഞ്ഞ പിള്ളേർ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കും, ബസ് വിടാറാകുമ്പോൾ ഓടി കയറുന്നു. അങ്ങനെങ്ങാണ് ബസ് മിസ് ചെയ്ത് വഴിയിലൂടെ നടന്നു വന്നതായിരിക്കുമല്ലോ എന്ന് ചിന്തയോട് കൂടിയ ഞങ്ങൾ അവന്റെ ബസ് വരുന്ന വഴിയിലൂടെ വന്നത്. വഴിയിലൂടെ നടക്കുവാണെങ്കിൽ കൊണ്ടുപോകാമല്ലോ എന്ന് ചിന്തിച്ച്. ഇപ്പൊ വേറെ സ്കൂളിലെ 3-4 പിള്ളേർ ഇവനെ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. അവൻ ആ ഓട്ടോയിൽ ഇരുന്ന് കരഞ്ഞു. അവൻ കുഞ്ഞില്ല, അവൻ കിടന്ന് നിലവിളിച്ചത് കാരണം ആ കുഞ്ഞുങ്ങൾ ഇറക്കി വിട്ടു. ഏത് സ്കൂളിലെ കുഞ്ഞുങ്ങളാന്ന് അറിയത്തില്ല. 3-4 വലിയ ചെറുക്കന്മാരാ പിടിച്ചോണ്ട് പോയി. ദൈവം അവിടെ അവനെ സംരക്ഷിച്ചു. ആ സർദാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി കടയടച്ചിട്ട് പോകുമ്പോഴേ ഇവൻ അവിടെ നിന്ന് കരയുന്നത് കണ്ടത്. അവന്റെ ഐക്കാർഡിൽ നമ്പർ നോക്കി എന്നെ വിളിച്ച്. അത് കഴിഞ്ഞ് അവനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആ സമയത്ത് നമുക്ക് വഴക്ക് പറയാൻ പറ്റും. അവൻ പേടിച്ച് കരഞ്ഞിരിക്കുക. അവനെ സാവധാനത്തോടെ എന്തെങ്കിലും കുഞ്ഞിനെ കിട്ടിയല്ലോ, സ്വോത്രം പറഞ്ഞ് നന്ദി കരയേറ്റി കൊണ്ടുവന്ന് ഇവിടെ ദർശനമുണ്ട് അവന്. അത് ശത്രു തടസ്സപ്പെടുത്തുന്ന വഴികൾ നോക്കണം. എങ്കിലും നമ്മൾ ദൈവസന്നിധി ജാഗരിക്കുമ്പോൾ നമ്മെ വിചാരിക്കുന്ന ഒരു ദൈവം നമ്മളെ, നമ്മുടെ തലമുറകളെ സംരക്ഷിക്കാൻ ശക്തനാണ്. കുഞ്ഞാന്റെ രക്തത്താൽ നമ്മളെ അവൻ മുദ്രയിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു സാക്ഷ്യമാണ്. അവനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ ചർച്ച വിളിച്ചറിയിക്കുന്നത്, എൻ്റെ സഹോദരങ്ങൾക്ക് വിളിച്ചറിയിക്കുന്നത്, എൻ്റെ വീട്ടിൽ വിളിച്ചറിയുന്നത്, എൻ്റെ ഹസ്ബൻഡ് പോലും വൈകുന്നേരങ്ങളാണ് വിളിച്ചറിയിക്കുന്നത്. എൻ്റെ ചർച്ചിലെ ഫാസ്റ്റർ പറഞ്ഞു, എന്നാലും സിസ്റ്ററെ നീ തന്നെ ഹാൻഡിൽ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹാൻഡിൽ ചെയ്തെന്ന് പറഞ്ഞു. അവനെ അത്യാവശ്യത്തിൽ തന്നെയാണ് വളർത്തി. അവനെ ഞങ്ങൾ കഷ്ടപ്പാട് അറിയിച്ച് വളർത്തി, പ്രയാസം എന്തെന്ന് അറിയിച്ച് വളർത്തി. കംഫോർട്ടായ ലെവലിലോ അവനെ ഒരു ബുദ്ധിമുട്ടും വരുത്താതല്ല, എല്ലാ ബുദ്ധിമുട്ടും അറിയിച്ച് തന്നെ അവനെ വളർത്തി. നല്ലൊരു തികഞ്ഞ ഒരു പുരുഷനാകണം എന്നുള്ള തീരുമാനം എനിക്കുണ്ടത്. അവനെ എല്ലാ സാഹചര്യത്തിലൂടെ അവൻ വളരണമെന്ന് ആഗ്രഹിച്ചു. അവനെ പദ്യാവശ്യത്തിൽ വളർത്തി. അവന് ദൈവം നല്ല ടാലന്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ കറിക്കുലർ സ്പോർട്സിലായാലും പാട്ടിലായാലും ഡാൻസിലായാലും മാർഷൽ ആർട്ട് പഠിച്ച് അതിലെല്ലാം അവൻ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റീസിലെല്ലാം ഉണ്ടായിരുന്നു. ഒരു ICPF ക്യാമ്പിന് പോയി, ഒറ്റ ക്യാമ്പ് മുടക്കിയിട്ടില്ല. അവൻ ഡൽഹിയിൽ നടന്ന ക്യാമ്പ്, അവിടെ കടന്നുപോയി രക്ഷയുടെ അനുഭവത്തിൽ വന്നു, തക്ക സമയത്ത് സ്നാനപ്പെട്ടു. അവന്റെ വിദ്യാഭ്യാസത്തിൽ വന്ന ഒരു കുറവെന്ന് പറഞ്ഞ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളിൽ വന്നപ്പോഴത്തേക്ക് പഠനത്തിന് ഇച്ചിരി പുറകോട്ട് വന്നു. അപ്പൊ അങ്ങനെ 9ാം ക്ലാസ്സിൽ അവൻ ഒരു ഫെയിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കൃപയാൽ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ കൂടെ ഉള്ളത് കാണാം. അവൻ 12ാം ക്ലാസ് പാസ്. പക്ഷെ അവൻ അറിവ് രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന വേറൊരു ലെവലിലോട്ട് മാറി. കാര്യം എന്തെന്ന് പറഞ്ഞ് ഇവൻ എൻ്റെ മകൻ സ്വയം ദൈവശബ്ദം കേൾക്കണം. എൻ്റെ വാക്കിന്റെ പുറത്ത് അവൻ ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങരുത്. ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ ദർശനം കാണിച്ചെന്ന് പറഞ്ഞ് അന്ന് ഞാൻ ഒറ്റ മനുഷ്യരോട് എന്താണ് ദർശനം കാണിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല, കൂട്ടുകാരോട് പറഞ്ഞില്ല. ഞാൻ സ്വയം ആ ദർശനത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിൽക്കാലങ്ങളിൽ ദർശനം എന്താന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എന്താണ് ദർശനം കാണിച്ചെന്ന് പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇവനിൽ വിളിയുണ്ടെന്ന് മാത്രമേ ഞാൻ ഇന്ന് ഈ സാക്ഷ്യത്തിൽ പറയാം. ദൈവത്തിന്റെ ആത്മാവ് അന്ന് അവന് എന്താണ് ഷേപ്പ് എന്ന് പോലും അറിയത്തില്ല, അസ്ഥി ഉരുവായാലും അന്ന് എന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിച്ചത് വലിയൊരു വലിയൊരു സ്റ്റേജ് പുരുഷാരം. ആ പുരുഷാരത്തിന്റെ ഇടയിൽ ഞാൻ ഇരിക്കുക. പിന്നെ ഞാൻ നോക്കുന്ന എൻ്റെ മുന്നിൽ വലിയൊരു സ്റ്റേജിൽ നിറച്ച് ദൈവദാസന്മാരിങ്ങനെ നിരന്നിരിക്കുന്നു. അവരുടെ നടുവിൽ ഒരു സുന്ദരനായ ഒരു പുരുഷൻ മുണ്ടും ഷർട്ടും ഉടുത്ത് ബൈബിള് പിടിച്ച് പ്രസംഗിക്കുന്നതായിട്ട്. ഞാൻ ആ വിഷയം എന്നും ദർശനം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. പിന്നീട് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന മാറി, കർത്താവ് അങ്ങ് അവനോട് സംസാരിക്കും. എൻ്റെ വാക്കിന്റെ പുറത്ത് അവൻ ദൈവവേലയ്ക്ക് ഇറങ്ങരുത്. കർത്താവ് അവനോട് സംസാരിക്കും. കർത്താവിനോട് സംസാരിച്ചാൽ മാത്രമേ എന്നെ ദൈവം തിരഞ്ഞെടുത്തുന്ന അവന് ഉറപ്പ് വരുത്തുള്ളൂ, അവൻ ലൈഫിൽ സക്സസ് ആകത്തുള്ളൂ. ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല അവൻ ഹയർ സ്റ്റഡി പഠിക്കണം, വലിയ ജോലി നേടണം, ഒരിക്കലും ഞാൻ ദൈവമേ അവന് സാമാന്യ വിദ്യാഭ്യാസം അവന് വേണം, ഈ ഭൂമി ജീവിക്കാൻ ആവശ്യമുള്ള വിദ്യാഭ്യാസം. പിന്നെ ദൈവത്തിന്റെ കൽപ്പന അവനനുസരിച്ച് ദൈവം എന്ത് പദ്ധതിക്ക് വേണ്ടി അവന് ഒരുക്കൂ ആ വഴിയിൽ അവൻ വരണം. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഡിഗ്രിക്ക് വേണ്ടി അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണമെന്ന്. ഞാൻ ദൈവസന്നിധിയിൽ എനിക്ക് അവനോട് പറയാൻ പറ്റില്ല, മോനെ നീ 12ാം ക്ലാസ് കഴിഞ്ഞ് നീ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നു. ഞാൻ ദൈവസന്നിധി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവൻ വീട്ടിൽ ഇരിക്കും, ഞാൻ അവൻ്റെ തലേ കൈവച്ചു. വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാം അവൻ്റെ തലേ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, മോനെ മമ്മി പോവുക, ദൈവസന്നിധി കരഞ്ഞോണമെന്ന് പറഞ്ഞു. ദൈവസന്നിധി നിലവിളിച്ചു, കർത്താവേ ദൈവശബ്ദം കേൾപ്പിച്ചേ മഴ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ പോകണോ, ദൈവവേലയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവം അവനോട് ലിറ്ററലി സംസാരിച്ചവനോട്, ദൈവശബ്ദം അവൻ ലിറ്ററലി കേട്ടവൻ. എന്നാൽ കൊറോണ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു. ലിറ്ററലി ദൈവം അവനോട് സംസാരിച്ചു. ഗോ, ഞാൻ പറയുന്ന സ്ഥലത്ത് ഗോ എന്നുള്ള ദൈവശബ്ദം അവനെ ദൈവം കേൾപ്പിച്ചെന്നുള്ളു.
അതിൻ്റെ ഇടയിൽ തന്നെ അവൻ ചെറുപ്പകാലം മുഴുവൻ എല്ലാ കർത്തദാസന്മാരും അവനെ കാണുമ്പോൾ അവന് ആലോചന പറയുമായിരുന്നു. എനിക്ക് തന്ന ദർശനം ഞാൻ ഉറപ്പിക്കുമായിരുന്നു. ദൈവം അനേക കർത്തദാസന്മാരിലൂടെ അവനിലുള്ള ദർശനം കർത്താവ് ഉറപ്പിച്ചെന്നുള്ളത്. അന്ന് ഞങ്ങളുടെ ശുശ്രൂഷൻ അയക്കുന്ന കർത്തദാസനോട് ചെന്ന് കാര്യം പറഞ്ഞു. നമുക്കറിയത്തില്ല എവിടെ ബൈബിൾ കോളേജ് വിടണം, എന്ത് വിടണം, എന്ത് പഠിപ്പിക്കണമെന്ന് നമുക്ക് അത്രയ്ക്ക് ഗ്രാഹ്യമില്ല. ആ കർത്തദാസന് ഞങ്ങളുടെ സഭയിലെ ഭാരവാഹി അവർ ഞങ്ങൾക്ക് തുണ നിന്നുള്ള കർത്തദാസൻ പറഞ്ഞ് ഗൈഡൻസ് പറഞ്ഞ് മണക്കാലയിലെ ഫോം വാങ്ങിച്ചു, പൂരിപ്പിച്ച് അവിടെ ഇൻ്റർവ്യൂ ചെയ്തു, ടെസ്റ്റ് എഴുതി, എല്ലാം പാസ്സാക്കി. ഇന്ന് 5 വർഷം ബുദ്ധിമുട്ട് കൂടാതെ ദൈവം അടുത്ത മാർച്ച് മാസത്തിൽ അവൻ്റെ ഗ്രാജുവേഷനാണ്, BD പഠിക്കാൻ. ദൈവം 5 വർഷക്കാലം അത്ഭുതകരമായിട്ട് അവനെ നടത്തിയെന്നുള്ളതാണ്. പല സ്ഥലങ്ങളിൽ അവൻ പോകാൻ പറ്റി, പല ഗ്രാമങ്ങളിൽ പോകാൻ പറ്റി, പല കൺവെൻഷനുകളിൽ അവന് പാടാൻ സാധിച്ചു, പല യൂത്ത് മീറ്റിങ്ങിൽ കടന്നു പോകാൻ സാധിച്ചു, പല ഗ്രാമങ്ങളിൽ പരസ്യങ്ങൾ ചെയ്യാൻ സാധിച്ചവന് ദൈവം അവനെ ഉയർത്തി. ദൈവം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ അസാധാരണ ശക്തി അതിൻ്റെ മേൽ വന്നെന്നുള്ളതാണ്. അവനെയും ദൈവം രക്ഷിച്ച ഒരു അത്ഭുതമുണ്ട്. അവന്റെ കരം നിറച്ച് അരിമ്പാറയായിരുന്നു. അകവും പുറവും എല്ലാം അരിമ്പാറയായിരുന്നു. അത് മാറുന്നില്ലായിരുന്നു. അവൻ ഭാരപ്പെട്ടു. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അരിമ്പാറ അവന് ഭയങ്കരമായിട്ട് മാറാതെ വളർന്ന് വരുമായിരുന്നു ഈ ഇടത് കയ്യിൽ. ഒരു ദിവസം ആരാധനയ്ക്ക് ദൈവത്തിന്റെ സാന്നിധ്യം, ഞാൻ അവധിക്ക് വരുമ്പോൾ ഇവിടെ ഡോക്ടറിന് അപ്പോയിൻമെന്റ് എടുത്തിരിക്കുക, എൻ്റെ മകൻ വരുമ്പോൾ നിന്നെ കാണിക്കുന്ന അപ്പോയിൻമെന്റ് ഞാൻ എടുത്തിരിക്കുക. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ അസാധാരണ ശക്തി അവന്റെ മേൽ, ഒരു ഉപവാസ പ്രാർത്ഥന, ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് അവന്റെ മേൽ, ദൈവശക്തി വ്യാപരിച്ച്. പിറ്റേ ദിവസം രാവിലെ അവൻ എണീറ്റ് നോക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ഒരു അരിമ്പാറയില്ല. നിറച്ച് കൈയുടെ വെള്ളം നിറച്ച് വലിയ വലിയ അരിമ്പാറ ഇരുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്. ഞാൻ പിറ്റേ ദിവസം ഫോൺ ചെയ്ത് ചോദിച്ചു, മോനെ ഈ അവധിക്ക് വരുമ്പോൾ മമ്മി ഡോക്ടറിന്റെ അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമുക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മമ്മി കഴിഞ്ഞ രാത്രിയിൽ എന്നെ ദൈവം പിടിപ്പിച്ചത്, എൻ്റെ കയ്യിൽ കരുത്തിൽ ദൈവത്തിന്റെ അസാധാരണ ശക്തി അവനെ വ്യാപരിച്ചത്. എൻ്റെ ഹസ്ബൻഡിന്റെ ജീവിതത്തിൽ ദൈവം ദൂതനെ ഇറക്കി വിടുവിച്ച അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. 2009 ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്ത് കടന്നു, ദുബായിൽ. 3 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. 3 വർഷം ജോലി കഴിഞ്ഞപ്പോൾ ആ ജോലി ചെയ്ത കമ്പനിയുടെ മാലിക്ക് താമസിക്കുന്ന സൗത്ത് ആഫ്രിക്കയിൽ. വെറും 15 ദിവസത്തെ വിസയ്ക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ വിളിച്ചു. പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് എല്ലാവരോടും ചോദിച്ചു ഞാൻ പോട്ടെ. അപ്പം ഞങ്ങളെല്ലാവരും പറഞ്ഞു എന്തായാലും സൗത്ത് ആഫ്രിക്ക കണ്ടിട്ട് വരാം, 15 ദിവസത്തെ വിസയല്ല, തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു വരാമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് 15 ദിവസത്തെ വിസ കഴിഞ്ഞിട്ട് അവർ വിട്ടില്ല. അവിടെ ജോലി ചെയ്യേണ്ടത്, വിസ ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റത്തില്ല. ആ മാലിക്കിന്റെ കൂടെ അവിടെ ജോലി ചെയ്യുക. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ വിസ ഇല്ലാതെ അവിടെ ജോലി ചെയ്യുക. പാസ്പോർട്ട് അവരെ മാലിക്ക് പിടിച്ചു വെച്ചിട്ടുണ്ട്, ഇവർക്ക് വരാൻ പറ്റത്തില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ കമ്പനിയെ കുറിച്ച് ആരാണ്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസ് വന്ന് ഇവരെ എല്ലാം സെർച്ച് ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന ആരുടെയും വിസ ഇല്ല. ജയിലിൽ പിടിച്ചിട്ട് 1 മാസക്കാലം ജയിലിൽ കിടന്നു. 1 മാസക്കാലം ഒരു വക്കീലിനെ കൊണ്ട് ആ മാലിക്ക് തന്നെ വാദിച്ച് ജാമ്യം കിട്ടി. 1 വർഷം 1 മാസം ഇവിടെ വളരെ കഷ്ടത ജയിലിൽ അനുഭവിച്ചു. ഞങ്ങൾ ഇവിടെ സഭ മുഴുവൻ പ്രാർത്ഥിക്കുക. റീജിയണ്, ഡിസ്ട്രിക്ട്, ബന്ധുക്കാർ, ചാർച്ചക്കാർ, കൂട്ടുകാരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജയിലിൽ നിന്ന് മോചനം ലഭിക്കും. 1 മാസം കഴിഞ്ഞിട്ട് മോചനം കിട്ടിയെന്ന് പറഞ്ഞ് ജാമ്യം കിട്ടി. 3 മാസക്കാലം പോയി സൈൻ ചെയ്യണം. അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി സൈൻ ചെയ്യണം. വിസയില്ല, ഇവർ വിസ എടുത്തു കൊടുക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുക അവരുടെ ഹൃദയത്തോട് ദൈവം. അവിടെ 1 വർഷക്കാലം നിന്നു. 1 വർഷക്കാലം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡും അവരോട് ബഹളം വെച്ച് എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവരുന്ന ആൾക്കാരുടെ പേരിൽ കമ്പനി തുടങ്ങണം. മാലിക്കിന്റെ ഉദ്ദേശം ഇങ്ങനെ, അവരുടെ കൊണ്ടുവരുന്നവരുടെ പേരിൽ കമ്പനി തുടങ്ങണം, ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം, എന്നിട്ട് അവർക്ക് അവിടെ ബിസിനസ് നടത്തണം. അതാണ് അവരുടെ മെയിൻ ഉദ്ദേശം. അവരുടെ 2ാം തരത്തിലുള്ള ബിസിനസ് ആയിരുന്നു അവിടെ. നല്ല ബിസിനസ് അല്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വഴക്കുണ്ടാക്കി, എനിക്ക് പോയേ പറ്റും, എനിക്ക് എൻ്റെ പേരൻസിൻ്റെ അടുക്ക പോകണം, എൻ്റെ മകനെ കാണണം, വീട്ടിൽ പോകണം എന്നെല്ലാം പറഞ്ഞ് ബഹളം വെച്ച് അവർ ടിക്കറ്റ് എടുത്തു. വിസ എടുത്തിട്ടില്ല. അവർ എയർപോർട്ടിൽ 2013 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിൽ വരിക. അപ്പോൾ പ്രാർത്ഥിക്കുക, ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു വിസയില്ല, അവർ വിസ തരും, ടിക്കറ്റ് എടുത്ത് തന്നിട്ടുണ്ട്, വിസയും ശരിയാക്കി കയറ്റി വിടുമെന്ന് പറഞ്ഞപ്പോൾ നാളെ കയറുക. ഞങ്ങളെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് ഡൽഹിയുടെ പ്രദേശത്ത് വരണം. എൻ്റെ കർത്തദാസൻ പറഞ്ഞു, സിസ്റ്ററെ പേടിക്കേണ്ട, ബെന്നി ബ്രദർ വരും, വിശ്വാസത്തോടു കൂടി ബെന്നി ബ്രദർ രാവിലെ എത്തും, വൈകുന്നേരം വിശ്വാസത്തോട് കോട്ടേജ് മീറ്റിംഗ് വെക്കാനും പറഞ്ഞു. ഞങ്ങൾ വിശ്വാസത്തോടെ കോട്ടേജ് മീറ്റിംഗ് വെച്ചു. എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് വിസയില്ല. ടിക്കറ്റും പാസ്പോർട്ടും ഈ പുള്ളിക്കാരൻ്റെ സാധനവുമായിട്ട് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വിട്ടിട്ട് ഇവരങ്ങ് മുങ്ങിക്കളഞ്ഞു. ഞാൻ മാലിക്കിൻ്റെ ഭാര്യ. എൻ്റെ ഹസ്ബൻഡ് ആ എയർപോർട്ടിൻ്റെ വെളിയിൽ നിന്ന് കരയും മറ്റുള്ളവരോട്, ഈ വിസ ഇല്ലാതെ എങ്ങനെ അകത്ത് കയറുന്നത്, ഇമിഗ്രേഷനകത്ത് എങ്ങനെ നടത്തും, വെളിയിൽ നിന്ന് വരുന്നവരോടെല്ലാം ഹെൽപ്പ് മീ എന്ന് കരഞ്ഞു പറയും. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി. ഞങ്ങൾ ഇവിടെ ഓരോരുത്തരും
പല സ്ഥലങ്ങളിൽ ഇരുന്നില്ലേ, ഭൂമിയിൽ ഐക്യമെത്തപ്പെട്ട് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നതിന്റെ പ്രവൃത്തി എവിടെ നടക്കുക? ഞങ്ങൾ ഡൽഹിയുടെ പ്രദേശത്തും ഈ ഇന്ത്യയുടെ പല ദേശത്തിന്റെ നാനാഭാഗങ്ങളിലും കൂട്ടുകാരും ചാർച്ചക്കാരും ബന്ധുക്കാരും സഭയും എല്ലാം ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രായമായ ഒരു മനുഷ്യൻ എൻ്റെ ഹസ്ബൻഡ് എടുക്ക വന്ന്, ഒരു ഡോക്ടറെ, ഒത്തിരി പ്രായമുണ്ട്, പ്രായം വന്നിച്ച്, മോനെ നീ ഇതിനെ കരയുന്നതെന്ന് ചോദിച്ചു, ഹിന്ദിയിൽ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്ന പോലെ ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരൻ വിളിച്ചോണ്ട് ഇമിഗ്രേഷൻ ഓഫീസറിന്റെ അടുക്ക ചെന്നു. അതിന്റെ തൊട്ടടുത്ത് പോലീസ് കമ്മീഷണർ ഉണ്ടായിരുന്നു, പോലീസ് കമ്മീഷണറുടെ അടുക്ക ചെന്നു. അതിന്റെ അടുത്ത് ഇമിഗ്രേഷൻ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ 3 പേരുടെ അടുക്കല് ഈ പ്രായമായ മനുഷ്യൻ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയി കാര്യം പറഞ്ഞ് അവര് 3 പേരും സീൽ ചെയ്ത് ഫ്ലൈറ്റിൽ കയറ്റി ഇരുത്തിയിട്ട് ഫോണിൽ കൂടെ നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഫ്ലൈറ്റിൽ കയറി. ദൈവം സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി. അല്ലെങ്കിൽ അവിടെ നിന്ന് വിസ ഇല്ലാതെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോയ അവസ്ഥ എന്താ? ജീവിതകാലം മുഴുവൻ ആ സൗത്ത് ആഫ്രിക്കയുടെ പ്രദേശത്ത് ജയിലിൽ കിടന്നു, മോചനമില്ലാതെ. ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ചെന്നുള്ളതാണ്. ലിറ്ററലി ദൈവത്തിന്റെ ദൂതൻ വന്ന് ഇറങ്ങി ആ മനുഷ്യനോട്. എന്നിട്ട് ആ മനുഷ്യൻ ഫോൺ ചെയ്തു ബോംബെയിൽ അവരുടെ ഓഫീസിൽ ഒരു ഡോക്ടറെ വന്നും പോയി നിൽക്കുന്ന. ബോംബെയിൽ ഒരു മലയാളി ഉണ്ട്, ആ മലയാളിക്ക് വിളിച്ചു പറഞ്ഞു ഇന്ന പോലെ ഇന്ന വ്യക്തി ഇത്ര മണിക്ക് ഇറങ്ങും, നീ പോയി റിസീവ് ചെയ്യണം, എന്നിട്ട് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറ്റി വിടണം. പിറ്റേ ദിവസം രാവിലെ ഡൽഹിയിലുള്ള ഫ്ലൈറ്റിൽ ഇറങ്ങി വൈകുന്നേരം കോട്ടേജ് മീറ്റ് നടത്തുന്നു. അവിടെയും ദൈവത്തിന്റെ അത്ഭുതം. ലജ്ജിപ്പിക്കാതെ, ഈ ഭൂമിയിൽ ലജ്ജിപ്പിക്കാതെ, ഒറ്റപ്പെട്ടു പോകാതെ, ഞങ്ങൾ അനാഥരായി തീരാതെ ദൈവം സ്വർഗത്തെ ഇരുന്ന് ഞങ്ങളെ വിചാരിച്ച്, എന്നെ വിചാരിച്ച്, എൻ്റെ കുടുംബത്തെ വിചാരിച്ച്, അവൻ ഭൂമിയിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലിയുടെ വിഷയത്തിൽ അതേപോലെ. ആദ്യം പ്രിന്റിംഗ് പ്രസ് ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദുബായിക്ക് പോയി. ഇവിടെ വന്ന് ഡൽഹിയുടെ പ്രദേശത്ത് പിന്നെ തിരിച്ചു വന്നപ്പോൾ ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തു. പെർമനന്റ് ജോലിയില്ല. എൻ്റെ മോൻ്റെ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിന് പോയത്. അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ, അവിടുത്തെ സ്കൂളിലെ പ്രിന്റിംഗ് വർക്കൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ പ്രിൻസിപ്പലിനെ കാണാമല്ലോ, ഇത്രയും വർഷമായില്ലേ, അവിടുത്തെ ദുബൈയിലെ സൗത്ത് ആഫ്രിക്കയിലെ അനുഭവമൊക്കെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, മേഡം ഇവിടെ ഒരു ജോലിയുണ്ട്, എനിക്ക് തരുമോ? അപ്പം മേഡം ആദ്യം പറഞ്ഞത്, നിനക്ക് ഞാൻ തന്നപ്പോൾ നിനക്ക് വേണ്ടായിരുന്നില്ല, ഇപ്പം നിനക്ക് ജോലി വേണം, നേരത്തെ ചോദിച്ചത് നിനക്ക് ഇവിടെ ഞാൻ ജോലി തരാം. എന്നപ്പോൾ പ്രിന്റിങ്ങിന്റെ കാര്യം ചെയ്തപ്പോൾ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ഫോം തന്നവർ അവർ പറഞ്ഞു ഓഫീസിൽ പോയി ഫോം വാങ്ങിക്കുക, പൂരിപ്പിക്കുക. ഫോം വാങ്ങിച്ച് പൂരിപ്പിച്ച് കൊടുത്ത് ജോലി. ഇന്നിപ്പം 12 വർഷമായിട്ട് ആ ഒരേ സ്ഥാപനത്തിൽ സ്കൂളിൽ ദൈവം ജോലി ചെയ്തു. ഭൗതികമായ രീതി നാം ദൈവത്തോട് വിശ്വസ്തരായിട്ട് നിൽക്കുമ്പോൾ ഭൗതികമായ നിലയിൽ നമുക്ക് വലിയ ആർഭാട ജീവിതമല്ല, ദൈവം അന്നെന്നുള്ളത് തന്ന് നമ്മളെ പോഷിപ്പിക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെ, അവർ പിന്മാറ്റത്തിൽ കടന്നു വന്നവരായിരുന്നു. അവര് ആരോഗ്യത്തോടെ ബലത്തോടെ ഇരിക്കുമ്പോൾ എൻ്റെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയായിരുന്നു, കർത്താവെ, ദൈവം അവർക്ക് കൊടുക്കുന്ന ആയുസ് തികയ്ക്കുമ്പോൾ അവരുടെ ഫ്യൂണറൽ സർവീസ് ബെന്തക്കോസ് വിശ്വാസത്തിൽ കർത്താവെ നടത്താൻ കൃപ തരണേ. ഞാൻ ദൈവസന്നിധി വന്ന് വർഷങ്ങൾ, എൻ്റെ പിതാവ് 2018 മരിക്കുന്നത്. അതിന് 5 വർഷം മുമ്പ് എൻ്റെ ഭവനത്തിൽ ദൈവദാസന്മാർ കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള ശാപവും സാത്താന്യ പോരാട്ടം നിന്ന സമയത്ത് ഉപവാസ പ്രാർത്ഥന അവിടെ വെച്ച് എൻ്റെ മാതാവും പിതാവും രക്ഷയുടെ അവർ രണ്ടുപേരും മരിച്ചതും അവരുടെ ഫ്യൂണറൽ സർവീസ് മനോഹരമായി നടത്തിയതെല്ലാം ബെന്തക്കോസ് വിശ്വാസത്തിൽ. എൻ്റെ ജീവിത സാഹചര്യത്തിൽ ബാല്യം മുതൽ, അമ്മയുടെ ഉദരം മുതൽ ദൈവം എന്നെ കണ്ടു. പക്ഷെ എനിക്ക് തിരിച്ചറിയാനുള്ള ആ സാഹചര്യം ഇല്ലായിരുന്നു. തിരിച്ചറിയാനുള്ള ആ സാഹചര്യം എനിക്ക് മനസ്സിലായി. സത്യം എന്തെന്ന് തിരിച്ചറിയാൻ ബാല്യത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം ചെറുപ്രായം മുതൽ ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് എനിക്കും എൻ്റെ പിതാവിന് സാക്ഷ്യം പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ആ സാഹചര്യം, പക്ഷെ കർത്താവ് എന്നെ കണ്ടു, എന്നെ വിചാരിക്കുന്നത് കൊണ്ട് കർത്താവ് പ്ലാൻ ചെയ്തു. എന്നെ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന്, പല സാഹചര്യങ്ങളിൽ പഠിപ്പിച്ച്, പല സാഹചര്യങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ കൊണ്ടുവന്ന് ഡൽഹിയുടെ പ്രദേശത്ത് കൊണ്ടുവന്ന് എന്നെ ജീവനുള്ള സത്യദൈവം ആരാന്ന് ദൈവം പറഞ്ഞു. ഇന്ന് ഞാൻ 98 എൻ്റെ വിവാഹം കഴിഞ്ഞു. 2027 വർഷക്കാലം ആ ഒരേ ചർച്ച കോഡ് ഫുൾ ഗോസ് ചർച്ച് കാൽക്കാച്ചി, അതിലൊരു വിശ്വാസിയായിട്ട് ജീവിക്കുവാൻ ദൈവം കുടുംബമായിട്ട് നടത്തുന്നു. എൻ്റെ ഹസ്ബൻഡ് ഡൽഹിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു. പിന്നെ 2017 93 മുതൽ വിവാഹം കഴിഞ്ഞിട്ടും 2017 സ്വന്തമായിട്ട് ഒരു ആത്മീയ കൂട്ടായ്മയിൽ കടന്നു വന്ന് വലിയ പ്രവർത്തനത്തിന് വലിയ കുറവ് എൻ്റെ കൂടെ. എൻ്റെ സഹോദരങ്ങൾ ആരും ഈ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഒരു രണ്ടാമത്തെ സഹോദരൻ, അവൻ എൻ്റെ മാതാവും പിതാവും പോകുമ്പോൾ കൂട്ടത്തിൽ, പപ്പയ്ക്ക് വാഹനം ഉണ്ടായിരുന്നു, വാഹനത്തിൽ പോകുമ്പോൾ കൂട്ടത്തിൽ പോകുമായിരുന്നു. പക്ഷെ അവനും
ആ യഥാർത്ഥ ആഴത്തിൽ ഇറങ്ങാൻ അവർക്ക് കഴിഞ്ഞിട്ട്. സത്യദൈവം ഉണ്ടെന്ന് അവർക്ക് അറിയാം. പക്ഷെ അവർ ഈ ഭൗതികമായ രീതിയിൽ ജീവിച്ച്, അവന്റെ 3 സഹോദരങ്ങൾ, അവർ ഈ സത്യദൈവത്തെ അറിഞ്ഞില്ല. ആ കുടുംബത്തിൽ നിന്ന്, എൻ്റെ വല്യമ്മച്ചിക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്ന് ഈ രക്ഷയുടെ അനുഭവത്തിൽ നീണ്ട വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വരാൻ സാധിച്ചു. ഇന്നും തീഷ്ണതയോടെ ദൈവസന്നിധി സത്യസന്ധമായിട്ട് നിൽക്കുവാനും, അനേക പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും ഉറച്ചു നിൽക്കുവാൻ. ഞാനാണെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാനത് എൻ്റെ ദൈവത്തോട് പറയും. ആദ്യ ദൈവത്തോട് എന്ത് വിഷയം, ചെറിയൊരു നിസ്സാര കാര്യമാണെങ്കിൽ പോകുമ്പോഴും വീഴുമ്പോഴും നടക്കുമ്പോഴും ഒരിക്കലും നിരന്തരം പ്രാർത്ഥിച്ചു. എൻ്റെ പൈതൻ്റെ വിഷയമായാലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വിഷയമായാലും എൻ്റെ ജീവിത വിഷയമായാലും 2016 എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥ വന്നു. എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു. പക്ഷെ അത് വളരെയായിട്ട് എന്നെ അത് ബാധിച്ചില്ല. ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വന്നു. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യണം. 2.25 കിലോയുടെ ഒരു വലിയ ചോക്ലേറ്റ് ടൈപ്പിലുള്ള ഒരു മാംസപിണ്ഡം പോലെ നിന്റെ വയറ്റിൽ നിന്ന് എൻ്റെ യൂട്രസ് എടുത്തു. പിറ്റേ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, സിസ്റ്ററെ നീ ഇത് എങ്ങനെ ഇത് കൊണ്ട് നടന്നു ഇത്രയും ദിവസം? എന്നോട് ഞാൻ പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് എന്നെ നടത്തിയെന്ന് പറഞ്ഞു. ഒരു ഹിന്ദിക്കാരി ഡോക്ടർ എല്ലാവരും വിളിച്ചു. ദൈവം അത് കഴിഞ്ഞു അത്ഭുതം. ശാരീരികമായ പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നും കൂടാതെ ഈ നിമിഷം വരെ വളരെ അത്ഭുതകരം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കുടുംബമായി നിർത്തുവാൻ ദൈവം ശ്രമിച്ചു. പൈതലിൽ നിന്ന് മാർച്ച് 26 അവന്റെ ഗ്രാജുവേഷൻ. എൻ്റെ പിതാവും മാതാവും നിത്യത വിശ്രമിക്കുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി ഈ സാക്ഷ്യം കേൾക്കുന്നവർ പ്രാർത്ഥിക്കണം. അവരെ സത്യദൈവത്തെ അറിയണം, ജീവനുള്ള ദൈവത്തെ അറിയണം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ചെറുപ്രായത്തിൽ മുതൽ ദൈവം ഹൃദയത്തിൽ ഒരു കാര്യം തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് സത്യമാണോ ഇല്ലയോ എന്ന് ആ നിമിഷം പോസിറ്റീവോടുകൂടി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണം. എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്രായം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടിട്ടെങ്കിൽ ആ സത്യം എന്തെന്നറിയാനുള്ള ആ ഉത്സാഹം ഞാൻ കാണിച്ചില്ല. ആരാധനയ്ക്ക് പോവും, സൺഡേ സ്കൂളിൽ പോവും, പ്രാർത്ഥിക്കും, പാടും, പ്രാർത്ഥിക്കും എന്നല്ലാതെ ആ സത്യദൈവം ആരാന്ന് തിരിച്ചറിയാനുള്ള ആ ഉത്സാഹം എന്നില്ലായിരുന്നു. അതുകൊണ്ട് നീണ്ട വർഷക്കാലം കർത്താവിന് എൻ്റെ ജീവിതത്തിൽ പല പ്ലാനുകളിലൂടെ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ്റെ പാദപിടത്തിൽ എന്നെ അടുപ്പിക്കേണ്ടി വന്നു. പ്രേക്ഷകർ കേൾക്കുന്ന ആരോമ ടി വിയിലെ സാക്ഷ്യം കേൾക്കുന്ന പ്രേക്ഷകരായിട്ട് ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ചുറ്റുപാടുകൾ എന്ത് പറയും, മാതാപിതാക്കൾ എന്ത് പറയും, കൂട്ടു സഹോദരങ്ങൾ എന്ത് പറയും, വീട്ടുകാർ എന്ത് പറയും, അയൽക്കാർ എന്ത് പറയുന്നു, ഒന്നും ചിന്തിക്കണം. അതിന് വേണ്ടി പിന്നെ ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. സത്യം അറിയേണ്ട സമയത്ത് സത്യം അറിഞ്ഞിരിക്കണം. ഈ ഏക സത്യദൈവം, ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അത് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ ചെറുപ്രായം നടത്തിയ ഓരോ സാഹചര്യത്തിലൂടെ മനസ്സിലാക്കി എന്നെ സാധിച്ചു. ഇന്നും ദൈവം അത്ഭുതകരമായി നിർത്തുന്നു. അനേക നന്മകൾ, ഭൗതികമായ നന്മകൾ ദൈവം തന്നു, സാമ്പത്തികമായ നന്മകൾ ദൈവം തന്നു. അതിശയകരമായി ദൈവം എന്നെ നടത്തി, അത്ഭുതകരമായ ദൈവം എന്നെ നടത്തി. പല രോഗങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു. അവിടെ എല്ലാം യഹോവ ഇറങ്ങി വന്ന് ആലോചന തന്നു, ദർശനം തന്നു. ഞാൻ ദർശനം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു ദർശനം കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പ്രത്യേകിച്ചൊന്നും പെട്ടെന്ന് പറയത്തില്ല. ഞാൻ ആ ദർശനത്തെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കും, നടപ്പിലാകുമോ. പല ദർശനങ്ങൾ നടപ്പിലായി കഴിയുമ്പോൾ ഞാൻ മനസ്സിൽ ചെയ്യും, കർത്താവെ അങ്ങ് കാണിച്ച ദർശനമാണല്ലോ നടന്നല്ലോ. അത് ദൈവം ഇതുവരെ നടത്തി. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മൗത്തത്തിന്റെ പ്രത്യാശ ദൈവമേ സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ, ആസ്വദിക്കുന്നപ്പ. സാക്ഷ്യം പറയുവാൻ അടിയനെ ദൈവം സഹായിച്ചതിനായിട്ട് സ്തോത്രം. എന്നെ വിചാരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഈ ജീവനുള്ള സാക്ഷ്യം പറയാൻ അടിയനെ സഹായിച്ചു. ഈ ആരോഗ്യ ടി വിയിലെ നടത്തിപ്പുകാരെയും കർത്താവെ, ആ കുടുംബത്തെയും കർത്തദാസനെയും കുടുംബത്തെയും കേൾക്കുന്നവരെ അങ്ങയുടെ കരുത്തിലേപ്പിച്ച് പ്രാർത്ഥിക്കും. ജീവനുള്ള സാക്ഷ്യങ്ങളെ വരും ദിവസങ്ങളിൽ കർത്താവ് ഈ മാധ്യമത്തിലൂടെ പ്രക്ഷോഭം ചെയ്യാൻ തക്കവണ്ണം അവരെ അങ്ങ് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ഹൃദയം എമ്മോസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരുടെ ഹൃദയം കത്തിയതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ, മാധ്യമത്തിന്റെ ലൂടെയാണ് കർത്താവെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നെങ്കിലും കർത്താവെ, ഹല്ലേലൂയ, അതിലൂടെ കേൾക്കുന്ന വചനങ്ങൾ അവരുടെ ഹൃദയത്തെ തുടിക്കാൻ തക്കവണ്ണം, ഹൃദയം കത്തുവാൻ തക്കണം, അനേകർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കണം, സത്യവചനം അറിയുവാൻ തക്കവണ്ണം, ഏക മധ്യസ്ഥൻ ആരെന്ന് അറിയുവാൻ തക്കണം. അപ്പാ സഹായിക്കണേ. ഈ മാധ്യമത്തെ അങ്ങയുടെ കരത്തിലേപ്പിച്ചപ്പ അത് വളരെ അതിശയകരമായ അത്ഭുതകരമായ ഉചിതമായി ക്രമമായി നടത്തുവാൻ അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ അനേക ജീവനുള്ള സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പാൻ തക്കവണ്ണം യഹോവ കൃപ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എല്ലാവരുടെയും കൂടെ ഇരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിപ്പാടിനെ ബലപ്പെടുത്തുന്ന ആട്ടുസ്വത്ര സ്വർഗം പ്രാർത്ഥന കേട്ടനായ സ്വതം വേഗം എഴുന്നേറ്റ് അപേക്ഷിക്കുന്ന കുമ്പിയോട് കേൾക്കമാറണമെന്ന് ഒരിക്കൽ കൂടെ ഈ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡാനിയൽ ജോൺ പാസ്റ്ററിനെയും കുടുംബത്തെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ സാക്ഷ്യത്തിന് വേണ്ടി എന്നെ
സെലക്ട് ചെയ്യുവാനും എന്നെ തിരഞ്ഞെടുക്കുവാനും അതിൻ്റെ പുറകിൽ നിങ്ങൾ വളരെ ശ്രമിച്ചു ഫോൺ ചെയ്യുകയും മെസ്സേജുകൾ അയക്കുക. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കി. വലിയ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നുമില്ല, ദൈവം നടത്തിയതാണ്. ദൈവം വീണ്ടും നടത്തുമാറാക്കട്ടെ. നന്ദി. ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ അന്നമ്മ ബെന്നി. എത്രത്തോളം സമയം വളരെ അനുഗ്രഹീതവും ഹൃദയസ്പർശിയുമായ ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുന്നു. കർത്താവിൻ്റെ ദാസ്യമുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ വളരെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായി. അതിലൊക്കെയും ഇന്ന് ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയെടുത്ത അനുഭവങ്ങൾ ആയിരുന്നു ഈ സുദീർഘമായ വർഷം അത്രയും ദൈവം പഠിപ്പിക്കുകയായിരുന്നു എന്ന് ആ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യം ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപിലാണ് സിസ്റ്റർ പറയുവാൻ ഇടയായി തീർന്നത്. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ ഇത്രയേറെ ജനത്തിൻ്റെ മുൻപിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹിമപ്പെടുകയാണ്. ആമേൻ. അതിനായിട്ട് നമ്മൾ ഒരു ഘട്ടത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചു എങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ കരങ്ങളാൽ ഉള്ള കാര്യങ്ങളായിരുന്നു എന്ന് ബോധ്യം വരുമ്പോൾ അതൊക്കെ നന്മയ്ക്കായി തീർന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. മാതാപിതാക്കന്മാർ കർത്താവിനെ അറിഞ്ഞിട്ട് പിന്മാറ്റത്തിലേക്ക് പോകേണ്ടുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു എങ്കിലും ആ കുടുംബത്തിൽ നിന്ന് പ്രിയ സിസ്റ്ററിനെ ദൈവം പ്രത്യേക തിരഞ്ഞെടുപ്പിനാൽ, പ്രത്യേക വിളിയാൽ ദൈവം മാറ്റി നിർത്തി ഹൃദ്യമായി സംസാരിച്ച് കർത്താവ് സിസ്റ്ററിനെ ഒരുക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും അത് ഒരു വേറിട്ട അനുഭവമാണ്. ആ മാതാപിതാക്കന്മാർക്ക് ലഭിക്കാതെ പോയ ആ അനുഭവങ്ങൾ സിസ്റ്ററിന് ദൈവം ആദ്യം പകർന്നു തന്നു. ദൈവവചനം പറയുന്നത് ചിലപ്പോൾ മുൻപന്മാർ മുൻപന്മാരും ആയിത്തീരുന്നത് പോലെ ഉള്ള ആ ഒരു അനുഭവം കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവം തന്നു. ഒത്തിരി അത്ഭുതങ്ങളുടെ ആ നാൾ വഴികൾ പറയുകയുണ്ടായി. ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച തൻ്റെ ജനത്തിന് വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്നത് അത് ഏത് കാര്യമായാലും അത് മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിനെ ആണ് നമ്മൾ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. സ്തോത്രം. അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് തന്നെ ഭയങ്കര അത്ഭുതങ്ങളാണ്. എന്നാൽ അവർ ആ യാത്രയിൽ മുന്നോട്ട് വരുമ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ചെങ്കടൽ അവർക്ക് മുൻപാകെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ചു അവരെ മരുഭൂമിയിലേക്ക് കയറ്റി എന്നവിടെ കാണാൻ കഴിയുന്നു. ആ ചെങ്കടൽ അവരുടെ മുൻപാകെ വിഭാഗിക്കപ്പെടുമ്പോൾ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്. എന്നാൽ അവിടെയും ദൈവം വലിയ അത്ഭുതമാണ് അവർക്ക് വേണ്ടി ചെയ്തത്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. അവർക്ക് ദാഹിച്ചു. അവര് 3 ദിവസം വെള്ളം കുടിക്കുവാനില്ലാത്ത അനുഭവം ഉണ്ടായി. പിന്നത്തേതില് മാറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവര് വെള്ളം കുടിച്ചു. പക്ഷെ ആ വെള്ളം കുടിക്കുവാൻ പര്യാപ്തമായ ഒരു വെള്ളമായിരുന്നില്ല, കയ്പിൻ്റെ അനുഭവമായിരുന്നു. എന്നാൽ ആ കയ്പിൻ്റെ അനുഭവത്തെ കർത്താവ് കൊടുത്തത് അവർക്ക്. കയ്പിൻ്റെ അനുഭവം വെള്ളം കൊടുത്തുക എന്നുള്ളതല്ല, ആ കയ്പിൻ്റെ അനുഭവം ദൈവം അനുവദിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. പക്ഷെ ആ കയ്പിനെ മധുരമാക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി. ചില കയ്പേറിയ അനുഭവങ്ങൾ ദൈവം അനുവദിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്നാൽ ആ കയ്പിനെയും മധുരമുള്ളതാക്കി മാറ്റി
നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ഓരോ പരീക്ഷയുടെയും ഓരോ പ്രതിസന്ധിയുടെയും മുൻപിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരീക്ഷകളും പരിശോധനകളും കൈപ്പേറിയ അനുഭവങ്ങളും ചെങ്കടൽ സമാനമായ വിഷയങ്ങളും പ്രതിബന്ധമായി നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങളിലേക്ക് നമ്മെ ഒരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവഹിതപ്രകാരം കാര്യങ്ങളെ ചിന്തിച്ച് ബോധ്യം വന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത് അസാധാരണമായ അനുഭവങ്ങളിലൂടെ, അസാധാരണമായ സാഹചര്യങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ ഇടയായിത്തീരും. പ്രിയ കർത്താവിൻ്റെ ദാസിയെ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോയി. ഒരിക്കലും ആഗ്രഹിച്ചില്ല ഡൽഹിയിൽ പോകണമെന്ന്. പക്ഷെ ആ ഡൽഹിയിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ജോലി കിട്ടുമെന്നോ ആ സ്ഥാപനത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ജോലിക്ക് പ്രവേശിക്കുമെന്നോ ഒന്നും ഒരിക്കലും പ്രവേശിച്ചല്ല. മറ്റൊരാളുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവിടെ പോയതാ. പക്ഷേ ആ ആളിനെ റിജക്റ്റ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് സിസ്റ്ററിനെ അവിടെ ജോലിക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അസാധാരണമായ കാര്യമാണ്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ബെന്നി ബ്രദറിന്റെ ജീവിതത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ആ സാഹചര്യം ഒരിക്കലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ആ എയർപോർട്ടിൽ അത് എങ്ങനെ സംഭവിച്ചു എന്ന് അത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും അംഗീകരിക്കാൻ മാനുഷികമായ നിലയിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് അവിടെ സംഭവിച്ചു. അവിടെ എയർപോർട്ടിൽ അതിനുള്ള യാത്രാ ക്രമീകരണങ്ങൾ, ടിക്കറ്റും ഉണ്ട്, പാസ്പോർട്ടും ഉണ്ട്, പക്ഷെ വീസ ഇല്ല. അത് എങ്ങനെ കയറി വരാൻ പറ്റും? അവിടെ ഇറങ്ങി വന്നത് ആരാ? വാസ്തവത്തിൽ അവിടെ പ്രവർത്തിച്ചത് ആരാ? ആ വയോധികനായ ആ മനുഷ്യൻ ആരായിരുന്നു? ഒരു പക്ഷെങ്കിൽ പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? അതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? അദ്ദേഹമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം അയച്ച ദൈവത്തിൻ്റെ ദൂതനാണ്. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നു. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ, അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഈ സത്യങ്ങളെ നാം തിരിച്ചറിയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ എത്ര ദൈവത്തിന് മഹത്വം പറഞ്ഞാലും മതി വരികയില്ല. ഇന്ന് ഈ സാക്ഷ്യത്തിലൂടെ കർത്താവിൻ്റെ ദാസി പറഞ്ഞ ഓരോ കാര്യങ്ങൾ, മോൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞു, കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞു, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. അരോമ TV പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിലും സമാനമായ ചില അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം, വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്കും അത് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാനുള്ള അവസരങ്ങളുണ്ട്. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി നടക്കുന്ന പ്രാർത്ഥനയിൽ 9 മണി മുതൽ നിങ്ങൾക്ക് സംബന്ധിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.